സൽമാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ആ പത്തനംതിട്ടയിലെ ആ UAPA കേസിനെ കുറിച്ചിട്ട്. അപ്പൊ ആ കേസിന് ഫോളോ അപ്പ് ചെയ്തിട്ട് സൽമാൻ പറഞ്ഞൊരു വാചകം, ഇപ്പൊ എങ്ങനെയാണെങ്കിൽ ലണ്ടന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് സൽമാൻ ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു. അപ്പൊ ജസ്റ്റ് അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാമോ? സൽമാൻ കേട്ടോ? എന്ത് എക്സ്പാൻഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പറയും. അറിയില്ല, സൽമാൻ പറഞ്ഞതാണത്. എന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നത് എനിക്കറിയില്ല. സൽമാൻ പറഞ്ഞു വെച്ചതാണ്. അതായത് ലണ്ടന്റെ അവസ്ഥ ഞാൻ സൽമാൻ പറഞ്ഞത് ഇതാണ്. അതായത് ഈ UAPA കേസ് എടുത്തിട്ട് വെച്ചിട്ട് സൽമാൻ അതിനോട് അഡീഷൻ ആയിട്ട് പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ലണ്ടന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ആർട്ടിക്കിളിൽ പറയുന്നത് പിന്നെ അത് പത്തനംതിട്ട അല്ല, തിരുവനന്തപുരത്ത്, പത്തനംതിട്ട. ഓക്കെ, പത്തനംതിട്ടയില് അച്ഛനും അമ്മയും ലണ്ടനിൽ ആയിരുന്നു. ലണ്ടനിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് നാട്ടിലുള്ള മോനോട് ഈ പറഞ്ഞ ISIS ചേരാൻ പ്രേരിപ്പിക്കുന്നു, വീഡിയോസ് കാണിക്കുന്നു. അപ്പൊ പുള്ളിക്കാരന് ഈ ഇത് ഇത്രേ ഉള്ളൂ, ഞാൻ ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾ ലണ്ടനിലാണോ? ആ ഓക്കെ. അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ചേട്ടനോട് എന്തെങ്കിലും വേണ്ടിയിട്ടാണോ? അല്ല, ഞാൻ എന്താണ് ലണ്ടനെ കുറിച്ച് പറ്റില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ലണ്ടന്റെ അവസ്ഥ അറിയോ? ലണ്ടന്റെ പുതിയ പേരെന്താ? ലണ്ടന്റെ പുതിയ പേരെന്താന്ന് അറിയോ? അല്ല, എനിക്കറിയില്ല. ലണ്ടന്റെ പുതിയ പേര് ലണ്ടനിസ്ഥാൻ എന്നാണ്. ഓക്കെ, ലണ്ടനിൽ ഓക്കെ. സൽമാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. അല്ല, ഇത് ഞാനിപ്പോ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് ആർട്ടിക്കിൾ തന്നെ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ലണ്ടനിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ പരിപാടികൾ ചെയ്യുന്നത്, മകൻ ISIS ചേരാനുള്ള വീഡിയോസ് കാണിക്കുന്നത്, അങ്ങനെ ഇതാക്കുന്നത്. കുട്ടി എന്നിട്ട് വിഭ്രാന്തി കാണിക്കുന്നു. അതായത് കുട്ടീനോട് പെട്ടെന്ന് പോയി ചാവണം അതാക്കണം എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് പിന്നെ എന്താ പറയാ, കുട്ടി ആറ്റുനോറ്റ് നടക്കുന്ന മറ്റേ ഡയപ്പറാണ്. അതായത് ഈ ഡയപ്പറിന്ന് പുറത്തു വരാത്തൊരു പാവം ചെക്കനാണ്. ഈ ചെക്കനോട് ഇതൊക്കെ പറയുമ്പോൾ ചെക്കൻ പോയിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരൻ ഓരോ കുട്ടിക്കും ഒരു ലോകമുണ്ട്. അപ്പൊ ആ കുട്ടീന്റെ ലോകം എന്ന് പറയുന്നത് അതുവരെ ഈ പറഞ്ഞത് ഇപ്പൊ എന്റെ ഒക്കെ ലോകം സത്യം പറഞ്ഞാൽ തുടക്കം തൊട്ടേ ഇസ്ലാമിന്റെ ലോകം തന്നെ ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഡയപ്പർ മിലിറ്റന്റ് ആയിരുന്നു. അത് അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ കുട്ടീനെ അവസ്ഥ സംബന്ധിച്ചിടത്തോളം കുട്ടി വിഭ്രാന്തി കാണിക്കാനുള്ള കാരണം കുട്ടിയുടെ അമ്മ ആദ്യം ഹിന്ദു ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ആ കുട്ടി ഉണ്ടായിട്ടുള്ളത് ഹിന്ദു ആയിരുന്ന സമയത്താവാം. ഇത് രണ്ടാനച്ഛനുമാണ്. അപ്പൊ ഈ കുട്ടി മുസ്ലിം, ഈ അമ്മ മുസ്ലിമായിട്ട് ഭർത്താവിനെ മുസ്ലിമായിട്ടുള്ള രണ്ടാം ഭർത്താവിനെ കെട്ടുന്നു. എന്നിട്ട് ഇവർ ലണ്ടനിലോട്ട് പോകുന്നു. ലണ്ടനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ISISന്റെ വീഡിയോസ് ഒക്കെ കാണിക്കുന്നത്. അത് നമ്മളെ നാട്ടിലായതുകൊണ്ട് അവർ ചടപട എന്ന് പറഞ്ഞ കാര്യങ്ങൾ, കാരണം നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ലെഗസി ഉണ്ട്. അത് ഒരു കണക്കിന് ജൂതന്മാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഇത്ര അധികം അനുഭവിച്ച കുറെ ആൾക്കാരുണ്ട് മുസ്ലാം കാരണം. അതിൽ ഒരു കൂട്ടം ജനങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുസ് തന്നെയാണ്. ഹിന്ദു എന്ന് പറയുന്ന ഇന്ത്യയിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇസ്ലാം കാരണം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത്. അതായത് വേറെയും കുറെ സമുദായങ്ങളുണ്ട്, അതിലൊരു സമുദായം ഇസ്ലാം പിന്നെ ഇന്ത്യയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഹിന്ദുസ് തന്നെയാണ്. ഹിന്ദുസ് എന്ന് പറയുമ്പോൾ എല്ലാ ഇന്ത്യക്കാരും. അപ്പൊ ആ ഒരു ചരിത്രം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് ഈ സ്കൂൾ അധികൃതർ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്യാണ് പിന്നെ പോലീസ് നേരിട്ട് NIA കൊടുക്കുന്നു. അതാണ് ചടപട എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടീനെ അവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റിയെന്നുള്ളതാണ്. കുട്ടി പോകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ കുട്ടിയെ നിർബന്ധിച്ച് വിടുന്നതിന്റെ മുന്നേ. ഈ കുട്ടി ഒരു ഡയപ്പർ മിലിറ്റന്റ് ആണെങ്കിൽ ആ വിഭ്രാന്തി കാണിക്കണം എന്നില്ല. കാരണം നമ്മളൊക്കെ വിഭ്രാന്തി കാണിക്കൂല, നമ്മൾ ചാവാൻ വേണ്ടി നടന്ന ആളാണ്. ഇപ്പൊ ഇസ്ലാമിനെതിരെ ചാവുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. നേരത്തെ ഇസ്ലാമിന് വേണ്ടി ചാവ നടക്കുകയായിരുന്നു, ഇപ്പൊ ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ട് ചാവുന്ന അവസ്ഥയിലാണെന്നുള്ളതാണ്. എന്തായിരുന്നു ആയിക്കോട്ടെ, ആ ഒരു ടെൻഡൻസിയിൽ നടക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പൊ ഈ കുട്ടിക്ക് ഈ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ കുട്ടിയെ വിഭ്രാന്തി കാണിക്കുന്നു. അപ്പൊ ആ കുട്ടീന്റെ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്നു. അതുകൊണ്ടാണ് കുട്ടീനെ അത് നമുക്ക് തടയാൻ പറ്റിയത്. ലണ്ടനിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ സ്വീഡനിലൊക്കെ അവസ്ഥ, അല്ലെങ്കിൽ നോർഡിക് കൺട്രീസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു അവസ്ഥ ഞാൻ ഇപ്പൊ ആർട്ടിക്കിൾ ഒന്നൊന്നായി കാണിച്ചു. 2014 പറഞ്ഞതാ UAE ഇത് തീവ്രവാദ സംഘടനയാണ്, മുസ്ലിം ബ്രദർഹുഡിന്റെ സാധനമാണ്, ISIS ആയിട്ട് ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് ഒന്നും ചെയ്തില്ല. 2017 വീണ്ടും റിപ്പോർട്ട് വന്നു. അവസാനം ഇപ്പം നമ്മൾ കാണുന്നത് 2025 ഓരോരോ 13, 14, 15 വയസ്സുള്ള ആൾക്കാർ പോയിട്ട് അവിടെയും ഇവിടെയും പോയിട്ട് പൊട്ടിത്തെറിക്കുക. എന്നിട്ട് മുസ്ലിം ബ്രദർഹുഡ് $100 മില്യൺ US ടാക്സ് പേ, അതായത് ഈ സ്വീഡനിലെ ടാക്സ് പേയർ മണിയിൽ നിന്ന് എടുത്തു
ബാങ്കിൽ നിന്ന് ലോണ്ടർ ചെയ്തു എന്ന് പറയുകയാണ്. മുസ്ലിം ബ്രദർഹുഡ് ആരാണ്? തീവ്രവാദ സംഘടന. ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ആസ്ഥാനമായിട്ട് പറയുന്നത് ലണ്ടനാണ്. അപ്പോൾ ലണ്ടനിലെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ ഈ രണ്ട് കുട്ടികൾ അവിടെ പോയിട്ട്, ഈ രണ്ട് അച്ഛനും അമ്മയും അവിടെ പോയി തിരിച്ചു വന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ കോണ്ടാക്ട് ഉണ്ടാകുന്നത് ഐസിസ് ആയിട്ട്. അത്ര അധികം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ വെസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു പക്ഷെ ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇന്നലെ കാണുന്ന ലെവലിലോട്ട് മാറിയിട്ടുള്ളത്. ഇതേപോലെ വെസ്റ്റും കുറെ അനുഭവിക്കുന്നു. ഇപ്പൊ 2004 ആണ് ഈ തീവ്രവാദത്തിന്റെ അങ്ങേയറ്റം യൂറോപ്പ് കാണുന്നത്. 2004 സ്പെയിനിൽ ട്രെയിൻ സ്ഫോടനം നടക്കുന്നു. ഈ യൂറോപ്പ് കണ്ടതിൽ വെച്ചിട്ട് ഈ പോസ്റ്റ് കുരിശ് യുദ്ധം, അതായത് പോസ്റ്റ് ക്രൈസ്റ്റ് വാറിന് ശേഷം ഇതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഇത്രയധികം ആൾക്കാർ മരിക്കുന്ന ഒരു ഇവന്റ് കാണുന്നത് 2004 മാഡ്രിഡ് ബോംബ് ബ്ലാസ്റ്റ്സ് ആണ്. മാഡ്രിഡ് ട്രെയിൻ ബോംബ് ബ്ലാസ്റ്റ്സ് ആണ്. അപ്പൊ ഞാൻ ആലോചിച്ചത്, ഈ വാർത്ത വായിച്ചപ്പോൾ ആദ്യം തന്നെ ആലോചിച്ചത്, ഇന്ത്യയിൽ അതേപോലെ 9 സ്ഥലങ്ങളിൽ പൊട്ടേണ്ട സാധനം അതൊരൊറ്റ സ്ഥലത്ത് പൊട്ടുന്നു, 8 പേര് മരിക്കുന്നു. ബാക്കി 8 സ്ഥലങ്ങളിൽ വളരെ വളരെ പ്രിയംറ്റീവായിട്ട്, വളരെ ലോജിക്കലി, വളരെ ഇൻസിസീവ് പ്രിസിഷനോട് കൂടി അത് പിന്നെ തടയുകയാണ്. ഇത് മാഡ്രിഡിൽ തടഞ്ഞില്ല. 100 കണക്കിന് ആൾക്കാരാണ് മരണപ്പെട്ടത്, 1000 പേര് പരിക്കേൽക്കുന്നു. അതിനുശേഷം 2015 ബാറ്റക്ലാൻ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് പാരീസിൽ നടക്കുന്നു. അവിടെ 100 കണക്കിന് പേര് മരിക്കുന്നു. അപ്പോൾ യൂറോപ്പ് മൊത്തം ഒരു ബോധം വരുന്നു, യൂറോപ്പ് മൊത്തം സേഫ് അല്ല. സ്പെയിനിൽ എന്താ നടന്നത്? സ്പെയിനിൽ ഈ ബോംബ് പൊട്ടിയതിന് ശേഷം തീവ്രവാദികൾ പറഞ്ഞത് ഞങ്ങൾ പൊട്ടാൻ കാരണം ഇറാനിലും ഇറാഖിലും ഇറാഖിൽ US-നെ നിങ്ങൾ പിന്തുണച്ചു, സദ്ദാം ഹുസൈനെ താഴെ ഇറക്കാൻ നിങ്ങൾ പിന്തുണച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ, ഇസ്ലാമിനെതിരെ നിങ്ങൾ കരുക്കൾ നീക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്പെയിനിൽ പോയിട്ട് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ സ്പെയിൻ്റെ ആൾക്കാർ വിചാരിച്ചു നമ്മൾ ഇതിൽ നിന്ന് ഇടപെടാതിരുന്ന അവർ നമ്മളെ വെറുതെ വിടും. എന്നിട്ട് ആ ഇലക്ഷനിൽ ജയിച്ചത് ഈ ഇറാൻ യുദ്ധത്തിന് എതിരെ നിന്നിരുന്ന ലെഫ്റ്റ് പാർട്ടിയാണ് ജയിച്ചത്. അപ്പോൾ യുദ്ധം നിന്നു, ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷെ 2015 എന്ത് ചെയ്യുന്നു? ബാറ്റക്ലാൻ അറ്റാക്സ് ഫ്രാൻസിൽ നടക്കുന്നു. അതിന് ഒരു കാരണം പറഞ്ഞത്. അപ്പോൾ 2015 എവിടെ കിടക്കുന്നു? ഇറാഖ് യുദ്ധം എവിടെ കിടക്കുന്നു? ഇത്രയും കാലം കഴിഞ്ഞിട്ടും അവിടെ വീണ്ടും അറ്റാക്ക് നടത്തുകയാണ്. ഇപ്പോൾ 2015 ഒരു കാരണം പറഞ്ഞത് ഇസ്ലാമോഫോബിയ, അതായത് നിങ്ങൾ ഇസ്ലാമിനെ പിന്നെ തെറ്റായി കാണിക്കുന്നു, മുഹമ്മദിനെ തെറ്റായി കാണിക്കുന്നു എന്നാണ് ഒരു കാരണം പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് എന്താ പറയുക, നമ്മളെ സാഹിബന്മാർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ ഒന്നും തീരൂല. പക്ഷെ എന്നാലും ബോധം വരാത്ത കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് അവർ ഈ ലെഫ്റ്റുകൾ വീണ്ടും ഈ കുഴിയിൽ പെടുന്നു. പക്ഷെ ആൾക്കാർ കുറച്ച് ബോധം വന്നു തുടങ്ങി. അങ്ങനെ അന്ന് തൊട്ടിട്ടാണ് ഈ റൈസ് ഉണ്ടാകുന്നത്. ഈ അൾട്രാ റൈറ്റ്, ഈ റൈറ്റ് വിങ് എന്ന് പറയുന്ന ലേപ്പൻ്റെ പാർട്ടി അന്ന് തൊട്ടിട്ടാണ് ഫ്രാൻസിൽ റൈസ് ഉണ്ടാകുന്നത് 2015 തൊട്ടിട്ട്. പിന്നെ ആ സമയത്തൊക്കെ തന്നെയാണ് ചാർലി ഹെബ്ഡോ കാർട്ടൂൺ വരുന്നു, ആൾക്കാരെ പിന്നെ എഡിറ്ററിനെ തല വെട്ടുന്നു, അതേപോലെ ഗ്രാഫിക് സീനുകൾ വരുന്നു. അപ്പം അങ്ങനത്തെ ഇത് വരുന്നു. അതിനുശേഷം ബെൽജിയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ടെറർ ബോംബ്സ് അറ്റാക്സ് ആക്കുന്നു. പല ലോൺ വുൾഫ് അറ്റാക്സ് ഈ പറഞ്ഞ പോലെ നടക്കുന്നു യൂറോപ്പിലെ പലതുമായിട്ട്. ജർമ്മനിയിൽ നടക്കുന്നു, ഈ പറഞ്ഞ പോലെ സ്വീഡനിൽ നടക്കുന്നു. അപ്പോൾ ഈ ബോധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബോധം വരുന്തോറും റൈറ്റ് വിങ് എന്ന് പറയുന്ന സാധനത്തിലോട്ട് ആൾക്കാർ ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ. അപ്പോൾ ഇത് പക്ഷെ അപ്പോഴേക്ക് ലണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലം ഇതിൻ്റെ ഒരു ആസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഇതിൽ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ പേടിച്ചോടി കഴിഞ്ഞു ഇവരൊരു പീസ് സീക്കിംഗ് കമ്മ്യൂണിറ്റി അല്ല. ഇവരൊരു കാലിഫേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സുപ്പീരിയർ കോംപ്ലക്സ് ഉള്ള ഒരു ആൾക്കാരാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് എന്നും പിടിച്ചടക്കി വാഴണം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുള്ള, അത് ഖുറാനിൽ നമ്മൾ ഈ 9:5, 9:28, 9:28 ലോകം മൊത്തം ഇസ്ലാമിന്റെ കീഴിൽ വരുന്നേക്ക് വരെ പോരാടണം എന്നാണ് 9:28, 9:29 പറയുന്നത്. നിങ്ങൾ യുദ്ധം ചെയ്യണം എന്നാണ് പറയുന്നത്. 9:111 പറയുന്നത് യു ഹാവ് ദി മോറൽ ഒബ്ലിഗേഷൻ ടു യുവർ ഗോഡ് ടു ഡു വാർസ് ഫോർ ഹിം എന്നുള്ളതാണ് പറയുന്നത്. യുദ്ധം നിങ്ങൾ നയിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് തീവ്രവാദം എന്ന് പറയുന്നത്. ഇതാണ് ഖുറാന്റെ തീവ്രവാദം. ഇതാണ് കുത്തുബക്കും ഈ പറഞ്ഞ മദ്രസകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, സായിപ്പന്മാർക്ക്. ഇത് ഇങ്ങനെ പെരുമാറി കഴിഞ്ഞാലൊന്നും പോകാൻ പോണില്ല, അല്ലെ അവസാനം നമ്മളെയും കൊണ്ട് ഇത് പോവുള്ളൂ, നമ്മളെ ഇല്ലാതായിട്ട് ഇത് പോവുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ കരുക്കള് നീക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഈ പറഞ്ഞ പോലത്തെ കുറെ അന്തംഗമ്മികൾ, ഉണർവോളികൾ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് യൂറോപ്പിൽ റൈറ്റിംഗ് വളരാനുള്ള കാരണം
ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ ലണ്ടനിൽ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞത്. ലണ്ടന് ഈ കൗണ്ടർ ടെററിസത്തിന്റെ ആള് പറഞ്ഞു ലണ്ടൻ ഇതിന്റെ ഒരു മേജർ ക്യാപിറ്റലാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ. അത് ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിറക്റ്റ് ടെററിസ്റ്റിക് സംഭവം അല്ല അവരുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഈ ഇപ്പൊ തബ്ലീഗ് ജമാഅത്തൊക്കെ പോയി പൊട്ടുന്ന പോലെയല്ല. മുസ്ലിം ബ്രദർഹുഡ് ഞാൻ നേരത്തെ വായിച്ചു, ഇവര് ഉള്ളുകൂടി കളിക്കുകയാണ്. കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ടും ക്ലീൻ ഷേവ് ഒക്കെ അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മുസ്ലിം ബ്രദർഹുഡിന്റെ തീവ്രവാദികൾ വരിക. എന്നിട്ട് അവർ പഠിപ്പിക്കുന്നത് ഈ ഖുറാനെ വെളുപ്പിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് പഠിപ്പിക്കുക. മോഡറേറ്റ് മുസ്ലിം എന്ന് പറഞ്ഞാൽ വരിക. ഇപ്പോൾ മോഡറേറ്റ് മുസ്ലിം എന്ന് പറയുന്ന വരുന്ന സാധനങ്ങളൊക്കെ ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ഈ സാധനങ്ങളാണ്, ഇസ്ലാമിനെ പരത്താനുള്ള ഈ സാധനങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, കോട്ടും സൂട്ടും ഇട്ട് തൊപ്പിയും താടിയൊന്നും ഇല്ലാതെ കോട്ട് സൂട്ടിട്ടായിരിക്കും ഇവർ വരിക. കാരണം നമ്മൾ തന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ ആൾക്കാരുടെ ഉള്ളിൽ ഇത് കണ്ടിട്ടുള്ളതാണ്, കോട്ടും സൂട്ടിട്ടാണ് നടക്കുക, ക്ലീൻ ഷേവ് ഒക്കെ അടിച്ചിട്ട്. പക്ഷെ അവർ പറയുന്നത് പച്ചയായിട്ടുള്ള തീവ്രവാദ സാധനങ്ങളായിരിക്കും, തീവ്രവാദ സാധനങ്ങൾ വെളുപ്പിച്ചിട്ടായിരിക്കും. അവർ പറയും ഈ 9:5 കോൺടെക്സ്റ്റിലാണ്, 9:111 കോൺടെക്സ്റ്റിലാന്ന് പറയും. അപ്പോൾ എന്നിട്ട് അവർ തന്നെ പറയും ലോകം അവസാനം വരെയുള്ള സാധനങ്ങളാണ് ഇത് എന്നുള്ളത് പറയും. അപ്പോൾ ഇത് ഒരു സംഭവമാണ്. അപ്പോൾ ലണ്ടൻ എന്താണ് ഇതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടന്റെ പേര് അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞത് സത്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കൗണ്ടർ ടെററിസത്തിന്റെ ആൾ ഇത് പറയുന്നു. ഈ രണ്ടാൾക്കാർ ലണ്ടനിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ഐസിസ് ആയിട്ട് ബന്ധം സ്ഥാപിച്ചു വരുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ലണ്ടൻ ഈസ് ഡേഞ്ചറസ് എന്ന് പറയുന്നത്. പിന്നെ ഈ മാഞ്ചസ്റ്റർ എന്നൊക്കെ പറയുന്ന ലണ്ടന്റെ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സ്റ്റീഫൻ എന്ന് പറയുന്ന മറ്റേ ക്രിസ്ത്യൻ ചാനൽ അവിടെയാണ് പിന്നെ പ്രബോധന പരിപാടി നടത്താറുള്ളത്. അയാളപ്പോൾ ആക്രമിച്ചു അവിടെ ചെന്നിട്ട് മുസ്ലിങ്ങൾ പോയിട്ട്. അയാൾ രക്ഷപ്പെട്ടു. അത് അവിടെ ക്രിസ്ത്യാനികൾ ഒരു കൂട്ടമായിട്ടുള്ള ക്രിസ്ത്യാനികൾ അയാളപ്പം ഉണ്ടായതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടതാണ്. പക്ഷെ അല്ലെങ്കിൽ അയാളെ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ട് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ കാണാം ഓപ്പറേഷൻ സ്റ്റീഫന്റെ പിന്നെ യൂട്യൂബിലും. അപ്പോൾ ഈ മാഞ്ചസ്റ്റർ ശരിക്കും അങ്ങനത്തെ ഒരു സ്ഥലം. ഇതേ മാഞ്ചസ്റ്ററിലാണ് ഇപ്പം അടുത്ത് LGBT ആൾക്കാർ ഒന്നടങ്കം തല്ലിക്കൂട്ടുന്ന വീഡിയോസ് ഉണ്ട്, യൂട്യൂബിൽ തന്നെ കാണാം. അത് അത്ര ഗ്രാഫിക്കാണ്. അതായത് LGBT എന്ന് പറയുന്ന കമ്മ്യൂണിറ്റീനെ ഈ കാക്കമാരെ കൂടി പിന്നെ ചുറ്റിയിട്ട് അടിച്ച് ഇതാകണം, ഓരോ ബാർ എടുത്തിട്ട് അടിക്കുകയാണ്. എന്നിട്ട് ചോരൊക്കെ വീണിട്ടാണ് അവർ അവിടെ നിന്ന് ഓടിപ്പോണത്. വീഡിയോസ് ഉണ്ട്, കാണാൻ പറ്റും. ഇതാണ് ലണ്ടൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത റിപ്പോർട്ട് വന്നിട്ടുണ്ട്, വേൾഡ്സ് മോസ്റ്റ് ഹോമോഫോബിക് സിറ്റി ഇൻ ദി വേൾഡ്, ദി മോസ്റ്റ് ഹോമോഫോബിക് സിറ്റി ഇൻ ദി വേൾഡ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇസ്താംബുൾ അല്ലെങ്കിൽ മറ്റേ റിയാദൊക്കെയാണെന്ന് വിചാരിക്കും, മക്ക മദീന. ഒന്നല്ല, ലണ്ടനാണ്. ന്യൂസ് ആർട്ടിക്കിൾ വേണമെങ്കിൽ ഇടാൻ പറ്റും. പറഞ്ഞ പോലെ മോസ്റ്റ് ഹോമോഫോബിക് ഇൻ ദി വെസ്റ്റ് ആണോ എന്നറിയില്ല. അപ്പോൾ ഇതേ ലണ്ടനായിരുന്നു 50 വർഷം മുന്നേ മോസ്റ്റ് ഫ്രണ്ട്ലി പ്ലേസ് ഫോർ ഹോമോസെക്ഷൽസ്, അല്ലെങ്കിൽ മോസ്റ്റ് ഫ്രണ്ട്ലി പ്ലേസ് ഫോർ ഹോമോസെക്ഷൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതേ ലണ്ടനായിരുന്നു. ഇതേ ലണ്ടനാണ് ഇപ്പോൾ മോസ്റ്റ് ഹോമോഫോബിക് പ്ലേസ് ആയി മാറുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ലണ്ടൻ്റെ അവസ്ഥ എങ്ങനെ ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻഫിൽട്രേഷൻ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇസ്ലാമിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാത്തവന്മാരാണ് നടക്കുന്നത്. ഞാനിതെടുത്ത് ചോദിക്കാൻ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതേ ഫ്ലോറിൽ ഈ വർഷം ഫെബ്രുവരിയിൽ നമ്മുടെ കൈപ്പള്ളിയുടെ അടുത്ത് അന്ന് ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ച സമയത്ത് കൈപ്പള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതല്ല, കൈപ്പള്ളി ജനറലായിട്ട് പറഞ്ഞത് ലണ്ടനിൽ ആകെ 5% മുസ്ലിങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങൾ ലണ്ടൻ കോൺക്വർ ചെയ്യുന്നോ അല്ലെങ്കിൽ ലണ്ടൻ്റെ ആ ഒരു ക്രിസ്ത്യൻ പവർ നഷ്ടപ്പെടുന്നോ ഒക്കെ വിചാരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ അത് ആക്ച്വലി പൊട്ടന്മാരാണ് അങ്ങനെ വിചാരിക്കുള്ളൂ എന്നാണ് അന്ന് കൈപ്പള്ളി ഈ വർഷം ഫെബ്രുവരിയിൽ ഇതേ ഫ്ലോറിൽ വെച്ചിട്ട് എൻ്റെ ഇതേ ചോദ്യത്തിന് പറഞ്ഞത്. അപ്പം അതിലെന്തെങ്കിലും വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ കോട്ട് ചെയ്യാൻ കാരണം. ലണ്ടനിൽ 5% മുസ്ലിങ്ങളാണോ? അത് കൂടിയിട്ടുണ്ടാവും. കാരണം അവിടെ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു, ഇപ്പോൾ വിസഗ്രാഡ് എന്ന് പറഞ്ഞ ചാനലിലും നമ്മുടെ ട്രിഗണോമെട്രിയിലും ഒരു പോപ്പുലേഷൻ ഡെമോഗ്രാഫിക് സയന്റിസ്റ്റ് ഇപ്പം അടുത്ത് ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു സിഖുകാരനാണ്. അതായത് ഇന്ത്യയിൽ നിന്നിട്ട് ബ്രിട്ടനിൽ പോയിട്ട് സെറ്റിൽ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സിഖ് ഫാമിലിയിൽ നിന്നിട്ട് ജനിച്ചു വളർന്ന ഒരു ഇംഗ്ലീഷുകാരനാണ്. അതായത് സിറ്റിസനാണ്, UK സിറ്റിസനാണ്. പുള്ളിക്കാരൻ ഡെമോഗ്രാഫിക് സയന്റിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്, കഴിഞ്ഞ ചരിത്രത്തിൽ നമ്മൾ ഒന്നടങ്കം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ള ഇമിഗ്രേഷനെക്കാട്ടിലും 10 മടങ്ങാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. അത് നടന്നിട്ടുള്ളത് വെസ്റ്റിലോട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇതാണോ ഇത് തന്നെ, ലണ്ടൻ ഇസ് മോർ ഹോമോഫോബിക് ദാൻ ദി നോർത്ത്. അങ്ങനെ കുറെ ആർട്ടിക്കിൾ ഉണ്ട്. ഈ അങ്ങനത്തെ കുറെ ആർട്ടിക്കിൾസ് കാണാം.
പിന്നെ ഇനി പുള്ളിക്കാരൻ്റെ ടെക്നോമെട്രി തന്നെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ അപ്പൊ ഈ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ ഒരു നമുക്കൊന്ന് ചുരുക്കിയിട്ടൊന്ന് അടുത്ത ആളിലേക്ക് പോവാം. സീരിയസ് ക്ലിയർ ആണല്ലോ ശേഖർ? സീരിയസ് ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഡെമോഗ്രാഫിക് സയന്റിസ്റ്റ് പറയുന്നത്. അപ്പൊ എനിക്ക് കറക്റ്റ് കണക്ക് എനിക്ക് അറിയില്ല. 5% ആണ് ലണ്ടനിലുള്ളത്, ഞാൻ കൂടുതലാണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ഈ 5% ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അല്ല, എനിക്കിപ്പോ ഡെമോഗ്രാഫിക് ചാലഞ്ച് 5% ആണോ എന്ന് എനിക്കറിയില്ല, ഡെമോഗ്രാഫിക് കറക്റ്റ് റേഞ്ച്. പക്ഷെ പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയധികം ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലേബർ പാർട്ടി കഴിഞ്ഞ ഇപ്പോൾ 1 വർഷം 2 വർഷമായിട്ടേ ഉള്ളൂ യു കെയിൽ കയറിയിട്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ അവര് 2 വർഷത്തിന്റെ ഇടയിൽ റെഫ്യൂജീസിനെ വളരെയധികം സ്വീകരിച്ചിരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് ഇപ്പോൾ ഈ 10 വർഷത്തിന് കണക്ക് ഞാൻ പറഞ്ഞു, ഇതിനെക്കാട്ടിലും അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നിൽക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ 2 വർഷത്തിന്റെ ഇടയിൽ ഇതിന് 10 മടങ്ങാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ റെഫ്യൂജീസിനെ ഇങ്ങോട്ട് കയറ്റിയിട്ടുള്ളത്. അതിലധികവും ഇസ്ലാമിക് റെഫ്യൂജീസിനെ, ഇസ്ലാമിക് കൺട്രീസിൽ നിന്ന് വരുന്ന റെഫ്യൂജീസിനെ കയറ്റിയിട്ടുള്ളത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലിങ്ക് ഞാൻ ഇവിടെ ഇടാം ആ ചാനലിൽ. അപ്പോൾ പുള്ളിക്കാരൻ ഇതേ ആള് വിസഗ്രാഡ് എന്ന് പറഞ്ഞ ചാനലിൽ പോയിട്ടും ഡെമോഗ്രാഫിക് സംഭവങ്ങൾ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5% ഉള്ളത് കൊണ്ട് ലണ്ടൻ മൊത്തത്തിൽ ഇസ്ലാമികവൽക്കരണം നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആരിഫ് നേരത്തെ പറഞ്ഞൊരു സംഭവമുണ്ട്, ട്യൂമൽറ്റസ് ആയിട്ടുള്ളൊരു സംഭവം ഒരു നടക്കുമെന്ന് ചോദിച്ചാൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ റൈറ്റിംഗ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കുരിശുദ്ധം പിന്നെ പ്രൊട്ടസ്റ്റൻസും കത്തോലിക്സും തമ്മിലാണ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ ഉണ്ടാകാൻ പോണത് ഇസ്ലാമിസ്റ്റുകളും ക്രിസ്ത്യാനികളും തമ്മിലായിരിക്കും യൂറോപ്പിൽ. അത് നമ്മൾ ആ രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് വരുന്ന വാർത്തകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അടുത്ത് തന്നെ ഇസ്ലാമിസ്റ്റുകളും ആൻറ്റി ഇസ്ലാമിസ്റ്റുകളും തമ്മിൽ യു കെയിൽ അത് നമ്മൾ പ്രൊട്ടസ്റ്റ് നടത്തി എന്ന് പറഞ്ഞിട്ട് 2C TV ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് 2C TV മാത്രമല്ല വേറെ പല സ്ഥലങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇസ്ലാമിസ്റ്റുകളും ആൻറ്റി ഇസ്ലാമിസ്റ്റുകളും, അത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോൾ യൂറോപ്പിൽ ടെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കാരണം ഈ പറഞ്ഞതുപോലെ കാലങ്ങളായിട്ടുള്ള ഈ ലാക്സിറ്റി ഇൻ മെഷേഴ്സ് അതാണ് അതിനുള്ള കാരണം. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5% ഉള്ളത് കൊണ്ട് ടേക്ക് ഓവർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടൻ മൊത്തത്തിൽ അല്ലെങ്കിൽ UK മൊത്തത്തിൽ ടേക്ക് ഓവർ ഒന്നും ചെയ്യത്തില്ല. കാരണം അതാണ് ടോമി റോബിൻസൺ എന്ന് പറയുന്ന ആളെ ഈ കഴിഞ്ഞ കൊല്ലം വരെ ജയിലിട്ട ആൾ ഇപ്പം പുറത്തിറങ്ങിയിട്ട് വലിയൊരു സംഭവം, വലിയൊരു കൂട്ടത്തിനെ തന്നെ അവിടെ ഉണ്ടാക്കുന്നു, അതിനെതിരെ പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ ടേക്ക് ഓവർ ചെയ്യുമോ ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസസ് ആർ വെരി ലെസ്. ബട്ട് ചിലപ്പോൾ അവിടെയും ഇവിടേക്ക് ഒരു 1-2 സിറ്റീസ് ചിലപ്പോൾ ടേക്ക് ഓവർ ചെയ്തു എന്ന് വരാം, ചിലപ്പോൾ അതിൽ ലണ്ടൻ ഭാഗമായി എന്ന് വരാം. പക്ഷേ മൊത്തത്തിൽ യൂറോപ്പ് ടേക്ക് ഓവർ ചെയ്യുക അല്ലെങ്കിൽ മൊത്തത്തിൽ UK ടേക്ക് ഓവർ ചെയ്യുക അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഓൾറെഡി അവരെ ഒരു കൗണ്ടർ മൂവ്മെന്റ് അവിടെ തുടങ്ങി കഴിഞ്ഞു ഈ ഇസ്ലാമോ ലെഫ്റ്റിനെതിരെ. അപ്പോൾ അതുണ്ടാവും. അപ്പോൾ പിന്നെ ഭാവിനെ നമ്മൾ പ്രവചിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, നമുക്ക് പ്രോബബിലിറ്റീസ് പറയാനേ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മളെ പ്രോബബിലിറ്റി നമ്മൾ വെച്ചിട്ട് പറയുന്നത്, നമുക്ക് ഭാവി പ്രവചിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ശരി, നമുക്ക് പെട്ടെന്ന് ജോർജ് എന്താ പറഞ്ഞ? ശേഖർ ഇല്ലേ, സൽമാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയ എറർ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സൽമാൻ പറഞ്ഞ അമേരിക്കയിൽ കൗണ്ടിയും നമ്മുടെ സ്റ്റേറ്റും അല്ല. അമേരിക്കയിൽ 3200 കൂടുതൽ കൗണ്ടീസ് ഉണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 50 സ്റ്റേറ്റ് ആണുള്ളത്. നമ്മുടെ സ്റ്റേറ്റ് അവിടെ സ്റ്റേറ്റ് ഉണ്ട്, പക്ഷെ കുറച്ചും കൂടി ടെക്സാസ് ഒരു കൗണ്ടി അല്ല പറഞ്ഞു വന്നപ്പോ തെറ്റിയതായിരിക്കും. അത് പറഞ്ഞതിനടുത്ത് തെറ്റിയതായിരിക്കും. ടെക്സാസ് കൗണ്ടി ആണോ സ്റ്റേറ്റ് ആണോ? ടെക്സാസ് കൗണ്ടിയും ഉണ്ട് സ്റ്റേറ്റും ഉണ്ട്. ഓക്കെ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. സംഭവം 50 സ്റ്റേറ്റ്സ് ആണ്, 3200 കൂടുതലായിട്ടുണ്ടാവും. ഓക്കെ, അതെനിക്ക് തെറ്റുപറ്റിയതോ. 3200 കൂടുതലുണ്ട്. പിന്നെ ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വിഷയം ഇന്നിപ്പോൾ ജോയിൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത്രയും കാലം റഷ്യ ഉക്രൈൻ യുദ്ധം ഫോളോ അപ്പ് ചെയ്ത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മളുടെ ഈ ചാനലിന്റെ പ്രോഗ്രാം നടക്കുന്ന സമയത്തും അതിന്റെ ഒരു 3-4 മണിക്കൂർ മുമ്പാണ് മറ്റേ സെലൻസ്കി ഇൻവോൾവ് ചെയ്തിട്ടുള്ള കറപ്ഷന്റെ ന്യൂസ് വന്നതും അത് മുഴുവൻ സർക്കുലേറ്റ് ചെയ്തു. പക്ഷെ നിങ്ങളത് കഴിഞ്ഞ ചാനലിലും ഇപ്പോഴത് മെൻഷൻ ചെയ്തില്ലല്ലോ. ചെയ്യേണ്ടതല്ലേ? നല്ല സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ അല്ലേ?
സെലൻസ്കിയുടെ എന്താണ് കറപ്ഷൻ അലിഗേഷൻ ശരി, കറപ്ഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികളെ കൊല്ലാന്നാണോ റഷ്യക്ക്? അലിഗേഷൻ നിങ്ങൾ മെൻഷൻ ചെയ്തില്ല, അതാണ് എന്റെ ചോദ്യം. അത് അലിഗേഷൻ നമ്മളിവിടെ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനെ സീരിയസ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളിവിടെ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനെ കുറിച്ചല്ല നമ്മളിവിടെ അത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെ ഡയറക്റ്റ് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു വിഷയമാണ്. അതെ, ഇമ്പാക്ട് ചെയ്തോട്ടെ. പക്ഷെ നമ്മളിവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിവിടെ പറയാത്തതുണ്ട്. അല്ല, സെലൻസ്കിയുടെ കറപ്ഷൻ എങ്ങനെ റഷ്യക്ക് അറ്റാക്ക് ചെയ്യാനുള്ള അവകാശം കിട്ടുന്നത്? അല്ല, കിട്ടുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തില് 100% റഷ്യയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്, നിങ്ങളുടെ പോലെ അല്ല. എനിക്ക് ശരി ശരി ആയിക്കോട്ടെ. അതെന്തുകൊണ്ടാ? അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് റഷ്യ ഒരു റോഗ് നേഷൻ ആണ്. നമ്മളെ പോലെ ഇന്ത്യ പോലത്തെ രാജ്യമല്ല റഷ്യ. അവര് കാലങ്ങളായിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകളാണ്. റഷ്യ, അമേരിക്ക, ഫ്രാൻസ് അവരെന്നൊക്കെ പറയുന്നത് അവര് മറ്റുള്ള രാജ്യങ്ങളെ കോൺക്കർ ചെയ്യുന്ന രാജ്യങ്ങളാണ്. അല്ല നമ്മളെ പോലെ ഇങ്ങനെ പീസ്ഫുൾ ആയിട്ട് 10 അടി കിട്ടിയാലും തിരിച്ചടിക്കുന്ന ആളുകളല്ല. അപ്പൊ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നിങ്ങളിപ്പോ ഈ 2022 തുടങ്ങിയെന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നില്ലായിരുന്നെങ്കിൽ യുദ്ധം ഉണ്ടാവില്ലായിരുന്നു. അത് നിങ്ങൾ വെറുതെ വിചാരിക്കുക കേട്ടോ. കാരണം അതൊരു നാറ്റോ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അവര് റഷ്യ ഒരു മിനിറ്റ് എന്തിനാണ് പിടിച്ചടക്കിയത്? ഒരു മിനിറ്റ്, എന്തിനാണ് നാറ്റോയിൽ ചേരാൻ നോക്കുന്നത്? നാറ്റോയിൽ എന്തിനാണ് ഉക്രൈൻ ചേരാൻ നോക്കുന്നത്? വിഷയം തന്നെ ഉണ്ടായിട്ടാണ് ക്രിമിയ പിടിച്ചടക്കിയത്. നാറ്റോയിലെ ചേരാൻ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അത് തന്നെയാണ് ചോദ്യം. എന്തിനു വേണ്ടിയിട്ടാ? സുരക്ഷാ ഭീഷണി, അതിന് മുന്നേ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ അറിയില്ല. ഉക്രൈന്റെ കയ്യിലുണ്ടായിരുന്ന ആണവായുധങ്ങൾ മുഴുവൻ റഷ്യക്ക് തിരിച്ചു കൊടുക്കുമ്പോ എന്തായിരുന്നു കരാറ്? ഉക്രൈന്റെ സംരക്ഷണം മുഴുവൻ സെക്യൂരിറ്റി മുഴുവൻ റഷ്യ ഏറ്റെടുക്കണം എന്നാണ്. ഇല്ല, അങ്ങനെ ഒരു കരാറില്ല. ഉക്രൈനെ റഷ്യ ആക്രമിക്കില്ല എന്നുള്ളതാണ് കരാർ. സംരക്ഷണം ഏറ്റെടുക്കുക എന്നുള്ള കരാറില്ല. സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് റഷ്യ സ്പ്ലിറ്റ് ആയതിനു ശേഷം ഉക്രൈന്റെ കയ്യില്, ഉക്രൈന്റെ പ്രദേശത്തായിരുന്നു റഷ്യയുടെ കൂടുതലും ആണവായുധങ്ങൾ. അത് മുഴുവൻ തിരിച്ചു കൊടുത്തു. ആ തിരിച്ചു കൊടുക്കുമ്പോ ഉക്രൈൻ ആക്രമിക്കില്ല, ഉക്രൈനെ റഷ്യ ആക്രമിക്കില്ല എന്നുള്ള ഒരു കരാറുണ്ട്. ആ കരാറില്ലെങ്കിലും റഷ്യ ഉക്രൈൻ എന്ന ഒരു പരമാധികാര രാഷ്ട്രത്തെ റഷ്യ എന്തിനാണ് ആക്രമിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ആക്രമിക്കുന്നത്? ഉക്രൈൻ ആക്രമിച്ചോ റഷ്യ? നാറ്റോയിൽ ജോയിൻ ചെയ്യാന്ന് പറയുന്നത് ആ ഒരു സോവറിൻ നേഷന്റെ റൈറ്റ് അല്ലേ? അത് ചോദ്യം ചെയ്യാൻ റഷ്യക്ക് എന്താ അധികാരമുള്ളത്? ജസ്റ്റിസ് സാപ്പിയൻ പറഞ്ഞ അതേ ആർഗ്യുമെന്റ് പ്രകാരം തന്നെയാണ് അത് യുദ്ധത്തിലേക്ക് പോകുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞ ഈ ഒരു അഗ്രിമെന്റ് യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സോവറിനിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവരൊരു തീരുമാനം എടുക്കുമ്പോ ഒക്കെ നിങ്ങൾ യുദ്ധം ചെയ്യാന്നാണ് പറയാ? ഇതാണോ നിങ്ങളുടെ അധികാരം? അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, റഷ്യ ഒരു റോഗ് നേഷൻ ആണെന്ന്. റോഗ് നേഷൻ എന്ന് വെച്ചാൽ തെമ്മാടി രാഷ്ട്രം. അപ്പൊ നിങ്ങളൊരു തെമ്മാടി രാഷ്ട്രത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. നിങ്ങളപ്പോ തെമ്മാടി രാഷ്ട്രങ്ങളെ അംഗീകരിക്കുന്ന ആളാണ്. ഒരു മിനിറ്റ് സാപ്പിയൻ, ഒരു മിനിറ്റ്. ഇദ്ദേഹം തന്നെ പറയുന്നു റഷ്യ ഒരു തെമ്മാടി രാഷ്ട്രമാണ്. തെമ്മാടി രാഷ്ട്രങ്ങൾ തെമ്മാടിത്തരം കാണിക്കുന്ന രാഷ്ട്രമായതുകൊണ്ടല്ലേ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കുന്നത്? ഉക്രൈൻ തെമ്മാടി രാഷ്ട്രമാണോ? രാഷ്ട്രമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് ശരി. അപ്പൊ അത് ശരി. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാഗം നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രങ്ങൾ മുഴുവൻ തെമ്മാടി രാഷ്ട്രമാക്കുന്നു. എന്നിട്ട് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയാം. നിങ്ങൾ ആ പരിപ്പ് കൈവച്ചാൽ ഉക്രൈൻ ഒരു സോവറിൻ രാജ്യമാണെങ്കിൽ അവർക്ക് അവരുടെ ഭാഗം ഫൈറ്റ് ചെയ്യാനുള്ള, അത് ഡിഫെൻഡ് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. നിങ്ങൾ ഇനി എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ട്. അതില്ലാതെങ്കിൽ നിങ്ങൾ പറയണത് എങ്ങനെ? ഞാൻ മുമ്പേ പറഞ്ഞ വിഷയം തന്നെയാണ്, ഒന്നുകൂടെ പറയാന്ന് മാത്രം. ജർമ്മൻ യൂണിഫിക്കേഷന്റെ ഭാഗമായിട്ട് നടന്ന അഗ്രിമെന്റിലും വാക്കാലിയുള്ള ധാരണയിലും നാറ്റോ റഷ്യയും തമ്മിലുള്ള ധാരണ എന്ന് പറയുന്നത് ജർമ്മൻ യൂണിഫിക്കേഷന് ശേഷം നാറ്റോ ഈസ്റ്റിലോട്ട് എക്സ്പാൻഡ് ചെയ്യില്ല എന്നുള്ള ഉറപ്പാണ്. ഈ ഉറപ്പ് ആദ്യം ബ്രേക്ക് ചെയ്തത് നാറ്റോ തന്നെയാണ്. അതിനുശേഷം അവര് 1990 മുതൽ ഈ പറഞ്ഞ ഉക്രൈൻ റഷ്യക്ക് 1800ഓളം ആറ്റം ബോംബുകൾ തിരിച്ചു കൊടുക്കുന്ന സമയത്തും ഈ ധാരണ പ്രകാരം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഉക്രൈൻ റഷ്യക്ക് ഈ ആറ്റം ബോംബുകൾ തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്? എന്തായിരുന്നു അതിന്റെ സാഹചര്യം? പറയൂ. എന്തായാലും
കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്നാ പറഞ്ഞത്? 1990 ജർമ്മൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാ യൂണിഫിക്കേഷന്റെ പറഞ്ഞത്? ഭാഗമായിട്ടുണ്ടായി ഞാൻ പറഞ്ഞുതരാം. ജർമ്മൻ യൂണിഫിക്കേഷന്റെ ഭാഗമായിട്ടുണ്ടായ അഗ്രിമെന്റും വാക്കാലുള്ള ധാരണയിലും ആണ് ഈ ആ വാക്കാലുള്ള ധാരണ തെറ്റിച്ചത് കൊണ്ടാണ് ബിൽ ക്ലിന്റൺ 93-ലും 94-ലും തെറ്റിച്ചത് കൊണ്ടാണ് ഈ ഉക്രൈനായിട്ടുള്ള അഗ്രിമെന്റിൽ മാത്രം റഷ്യ ഡോക്യുമെന്റ് ചെയ്യാൻ കാരണം. കാരണം 90-കളില് നാറ്റോ എക്സ്പാൻഡ് ചെയ്യില്ല എന്ന് അമേരിക്ക റഷ്യക്ക് കൊടുത്ത ഉറപ്പ് തെറ്റിച്ചത് അമേരിക്കനെയാണ്. അതിനുശേഷം 99-ല് പുടിൻ വന്ന സമയത്ത് പുടിൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ നാറ്റോയിലേക്ക് കൺട്രീസിനെ എടുക്കുന്നുണ്ടെങ്കിൽ റഷ്യ നാറ്റോയിൽ ചേരാൻ തയ്യാറാണ്. അപ്പൊ അമേരിക്ക സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അവർ പോളണ്ടിനെ 90-ൽ എടുത്തു, പിന്നെ 8 രാജ്യങ്ങളെടുത്തു. അപ്പോഴൊക്കെ റഷ്യ വാൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ശരിയില്ല, അത് അഗ്രിമെന്റ് വയലേഷൻ ആണെന്നുള്ളത്. ഉക്രൈനായിട്ട് ചേരുമ്പോൾ മാത്രമേ റഷ്യക്ക് പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ റഷ്യ പോളണ്ട് ചേർന്നപ്പോൾ ആക്രമിച്ചില്ലല്ലോ. ക്രിമിയയിൽ നാറ്റോ ബേസ് ഉണ്ടാക്കാൻ നോക്കി, അപ്പോഴാണ് ക്രിമിയനെ ആക്രമിച്ചത്. ക്രിമിയ 1954 വരെ റഷ്യയുടെ ഭാഗമായിരുന്നു. അത് ഉക്രൈനിലേക്ക് കൊടുത്താണ് മറ്റേ ക്രുഷ്ചേവോ, അയാളുടെ പേരോർമ്മയില്ല. അത് ശരി. അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ചേർന്നില്ലെങ്കിൽ റഷ്യ യുദ്ധം ചെയ്തോണ്ടല്ല നാറ്റോയിൽ ചേർന്നത്. ഉക്രൈൻ സ്വമേധയാ 2014-ല് ക്രിമിയ ഇതുപോലെ അവിടെ അന്നത്തെ ഉക്രൈൻ പ്രസിഡന്റ് റഷ്യൻ ചായവുള്ള ആളായിരുന്നു. അതുകൊണ്ട് റഷ്യയിൽ 2014 വരെ റഷ്യ ഉക്രൈൻ തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അന്നും ഇതുപോലെ നാറ്റോയിൽ ചേർന്ന് വന്നു. അന്ന് പക്ഷെ ക്രിമിയക്ക് റഷ്യയുടെ കൂടെ പോരാൻ താല്പര്യം. അത് കഴിഞ്ഞ് ലാസ്റ്റ് മൊമെന്റിൽ അത് അബോളിഷ് ചെയ്തതിന് ശേഷമാണ് റഷ്യ ക്രിമിയനെ ഫണ്ട് ചെയ്തതും അവര് റഷ്യ ഈ പറയുന്ന സാധനം ഇവിടെ നിലവിലുള്ളപ്പോ ആദ്യം തന്നെ ക്രിമിയ അത് അനക്സ് ചെയ്തുകൊണ്ട് വയലേഷൻ നടത്തിയത് റഷ്യ അല്ലേ? അല്ല, ക്രിമിയ അല്ലാന്ന് നിങ്ങൾ പറഞ്ഞ എങ്ങനെ ശരിയാവാ? ക്രിമിയയില് നാറ്റോ ബേസ് ഉണ്ടാക്കാൻ പോയതുകൊണ്ടാണ് റഷ്യ ക്രിമിയനെ കീഴടക്കിയത്. നാറ്റോ ബേസ് ഉണ്ടാക്കാൻ റഷ്യ ക്രിമിയയിലേക്ക് നാറ്റോ ബേസ് ഉണ്ടാക്കാൻ ആരാ പോയത്? അത് ശരി. അപ്പൊ നിങ്ങൾ അതിനുള്ള അധികാരം ഉക്രൈനില്ലേ? അതിനുള്ള അധികാരം ഉക്രൈനില്ലേ? അതാണ് ഞാൻ പറഞ്ഞതെന്ന്. 1990 അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന റഷ്യക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ തീരുമാനിക്കുക, എന്നിട്ട് യുദ്ധം ഉണ്ടെന്ന് തോന്നിച്ചത് യുദ്ധം അങ്ങോട്ട് ചെയ്യുക, എന്നിട്ട് അത് ബാക്കിയുള്ളവർ അംഗീകരിക്കണം. അതെങ്ങനെ ശരിയാവുക? എന്റെ ആരിഫെ, അതല്ല ഞാൻ പറയുന്നത്. 90-കളിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു നാറ്റോ ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യില്ലാന്ന്. അത് നാറ്റോ തന്നെയാണ് ബ്രേക്ക് ചെയ്തത്. അവർ റഷ്യ ഒറ്റ കണ്ടീഷൻ വെച്ചിട്ടുള്ളൂ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തു. നിങ്ങൾ എടുത്തു നോക്കൂ, 90-കളിൽ 2000-ലൊക്കെ കൂടിയിട്ട് 10-15 രാജ്യങ്ങൾ നാറ്റോയിൽ ചേർന്നിട്ടുണ്ട്. ഈ നാറ്റോയില് ചേരുന്നത് എങ്ങനെയാണ് ഇല്ലീഗൽ ആവുന്നത്? നാറ്റോയിൽ ചേരാൻ പാടില്ല എന്ന് അമേരിക്ക റഷ്യക്ക് കൊടുത്ത ഉറപ്പാണ് 90-ല്. ഞാൻ പറഞ്ഞല്ല. അമേരിക്ക റഷ്യക്ക് കൊടുക്കാൻ ഉക്രൈൻ എന്താ അമേരിക്കയുടെ കുട്ടിയാണോ? അത് എന്നോടാണ് ചോദിക്കുന്നത്. അമേരിക്കയുടെ കുട്ടിയാണ്. അതാ ഞാൻ ചോദിക്കണേ, അമേരിക്കയുടെ കുട്ടിയാണോ? അങ്ങനെ അമേരിക്കയുടെ കുട്ടിയാണോ ഉക്രൈൻ? അപ്പൊ അമേരിക്കയാണ് റഷ്യക്ക് ഉറപ്പ് കൊടുത്തത്, ഞങ്ങള് യുക്രൈനെ നാറ്റോയിൽ എടുക്കില്ല എന്ന്. അമേരിക്ക തന്നെ ആ ഉറപ്പ് ബ്രേക്ക് ചെയ്യണു. സ്വാഭാവികമായിട്ട് റഷ്യ യുക്രൈനെ ആക്രമിക്കണു. ഈ പറയുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ കുറെ കാലങ്ങളായിട്ട് ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഒരിക്കൽ പോലും ഇതൊരു ഇന്റർനാഷണൽ ഒരു വേദിയിൽ റഷ്യക്ക് കോണ്ടസ്റ്റ് ചെയ്ത് അതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? കാരണം ഇതിനകത്ത് ന്യായം സ്വാഭാവികമായിട്ടും ഉക്രൈന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഉക്രൈൻ നമ്മളിപ്പോ ഇതിപ്പോ പാകിസ്ഥാൻകാർ പറയുന്ന പോലെയാണ്. പാകിസ്ഥാനിൽ ഓസ്ട്രേലിയ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നുണ്ട്, ശ്രീലങ്ക വരുന്നുണ്ട്, ഇംഗ്ലണ്ട് വരുന്നുണ്ട്. അതൊന്നല്ലല്ലോ ഇവിടെ പറഞ്ഞു. ഒരു സോവറിൻ നേഷന്റെ റൈറ്റ് ആണ് അത്. പറയണ കേക്കൂ. അപ്പൊ ഇന്ത്യക്ക് എന്തുകൊണ്ട് കളിക്കാൻ വന്നാന്നാണ് പാകിസ്ഥാൻ ചോദിക്കുന്നത്. ഇന്ത്യ എന്താ കളിക്കാൻ പോവാത്ത പാകിസ്ഥാനില്? ഈ കണ്ട രാജ്യങ്ങളൊക്കെ പാകിസ്ഥാനിൽ കളിക്കാൻ വരുന്നുണ്ട്. ഇത്രയും എന്തുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ ഈ ചോദ്യം എങ്ങനെ ഇവിടെ പ്രസക്താവുന്നത്? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ട്, അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാൻ പോകത്ത്. അതുപോലെ ഉക്രൈനും റഷ്യയും തമ്മിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നത്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. മറ്റുള്ള 10-15 രാജ്യങ്ങൾ റഷ്യ ചേരരുത് എന്ന് പറഞ്ഞിട്ടുള്ള പോളണ്ട് അടക്കമുള്ള. ഇപ്പൊ നേരത്തെ പോളണ്ടിനെ കുറിച്ചിട്ട് സൽമാൻ പറഞ്ഞല്ലോ, പോളണ്ട് റഷ്യയും തമ്മിൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എന്നിട്ടും പോളണ്ട് നാറ്റോയിൽ ചേരുന്നത് റഷ്യ യുദ്ധം ചെയ്യാൻ പോകില്ല പോളണ്ടിനെ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉക്രൈൻ മാത്രമേ വയലേഷൻ നടത്തിയിട്ടുള്ളൂ, റഷ്യ വയലേഷൻസ് ഒന്നും നടത്തിയിട്ടില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ റഷ്യയും അവിടെ വയലേഷൻസ് നടത്തിയിട്ടുണ്ട്.
അതെ, അപ്പൊ റഷ്യയും അവിടെ വയലേഷൻസ് നടത്തിയിട്ടുണ്ട്. പ്രൊവോക്ക് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞത് ഉക്രൈൻ പ്രൊവോക്ക് ചെയ്തു എന്നാണ്. അനാവശ്യമായിട്ട് സെലൻസ്കി റഷ്യയെ പ്രൊവോക്ക് ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഈ റഷ്യ യുദ്ധം ചെയ്തതിന് സിവിലിയൻസിനെ അപ്പൊ പ്രൊവോക്ക് ചെയ്താൽ തിരിച്ചതേപോലെ കുട്ടികളൊക്കെ കൊല്ലുന്നതിൽ കുഴപ്പമൊന്നുമില്ലാന്ന് പ്രൊവോക്ക് ചെയ്ത് ഞാൻ ന്യായീകരിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല സിവിലിയൻസിനെ ഒരു സെക്കൻഡ് നിങ്ങൾ ന്യായീകരിച്ച എന്താണ്? നിങ്ങൾ ന്യായീകരിച്ചിട്ട് സെലൻസ്കിക്കെതിരെ ഇവിടെ കറപ്ഷൻ ആരോപണം ഉണ്ട്, അത് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് അത് ഇവിടെ പൊക്കേണ്ട കാര്യം എന്താ? ഉക്രൈൻ നാറ്റോയിൽ ചേർന്ന് കഴിഞ്ഞാൽ റഷ്യ ഒരു ത്രെറ്റ് ഫീൽ ചെയ്യണു. ഉക്രൈൻ റഷ്യനെ അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചത്, അതല്ലല്ലോ ഈ പറയുന്ന കറപ്ഷൻ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? കറപ്ഷൻ ഉണ്ട് എന്നതുകൊണ്ട് ഈ പറയുന്ന യുദ്ധം ന്യായീകരിക്കാൻ പറ്റുമോ? അതിന്റെ പുറകിലുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിവിടെ ഈ വർഷം ജനുവരിയിലാണെന്ന് തോന്നുന്നു, ഈ വർഷം ജനുവരിയിലാണ് മാർച്ചിലാണെന്ന് ഓർക്കുന്നില്ല, ജനുവരിയിലാണെന്ന് തന്നെ ഓർമ്മ. ഇവിടെ ജനുവരിയില് ട്രംപ് സെലൻസ്കി മീറ്റിംഗില് ട്രംപിന്റെ പെരുമാറ്റങ്ങളും ട്രംപിന്റെ ജസ്റ്റേഴ്സും വാക്കുകളൊക്കെ എടുത്തിട്ട് നിങ്ങളിവിടെ 2-3 മണിക്കൂർ കീറി മുറിച്ചൊരു ചർച്ച നടത്തിയല്ലോ. ട്രംപ് സെലൻസ്കി മീറ്റിംഗ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് ആ മീറ്റിംഗിൽ ട്രംപ് ആ രീതിയിൽ പെരുമാറാൻ കാരണം എന്താണ്? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താ കാരണം? ഈ പറഞ്ഞ സെലൻസ്കി, ഇയാൾക്ക് യാതൊരു ഇന്റഗ്രിറ്റി ഇല്ല, അതാണ് ഒരു വിഷയം. ഈ പറഞ്ഞ സെലൻസ്കി അതിന്റെ 2 ദിവസം മുൻപ് ലോകത്ത് സകലമാന മീഡിയയിലും ഫ്ലാഷ് ന്യൂസ് എന്തായിരുന്നു? ഞാൻ സറണ്ടർ ചെയ്താൽ റഷ്യ യുദ്ധത്തിൽ നിന്ന് ഒഴിവാകുമെങ്കിൽ ഞാൻ സറണ്ടർ ചെയ്യാം. സ്വാഭാവികമായിട്ടും ട്രംപ് വെച്ച കണ്ടീഷൻ ഈ പറയുന്ന സ്ഥലത്തിന്റെ പേര് ഡോണസ്കോ. ആ സ്ഥലത്ത് അമേരിക്കയായിട്ട് ഓൾറെഡി റയർ എർത്ത് മിനറൽസിന്റെ ഡീൽ ഉണ്ടായിരുന്നു. ഈ ഡീൽ ഓൾറെഡി യുക്രൈൻ വർഷങ്ങൾക്ക് മുമ്പ് ട്രംപിന് ഓഫർ ചെയ്തിട്ടുള്ളതാണ്. ട്രംപിന്റെ ഫസ്റ്റ് ടൈമില് ഇത് അന്ന് സെലൻസ്കി അല്ലാന്ന് മാത്രം അവിടെ കൺട്രോൾ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. ആ ഓഫർ ട്രംപ് റിന്യൂ ചെയ്തതാണ് ട്രംപിന്റെ സെക്കൻഡ് ടൈമില്. ആ സ്ഥലത്ത് റയർ എർത്ത് മിനറൽസിന്റെ ഡീല് അത് വെറുതെ ഹാൻഡ് ഓവർ ചെയ്യുന്നതല്ല, സാധാരണ ബിസിനസ് ഡീലും ഈ സെലൻസ്കിയുടെ സറണ്ടറും ആണെന്ന് സെലൻസ്കി ഓഫർ ചെയ്തത്. 2 ദിവസം സെലൻസ്കി അത് മീഡിയ മുഴുവൻ തള്ളി മറിച്ചു, ഞാൻ സറണ്ടർ ചെയ്യാന്ന്. അന്ന് ട്രംപ് പ്രത്യേകം പറഞ്ഞു സറണ്ടർ ചെയ്യാനാണെങ്കിൽ മാത്രം അമേരിക്ക വന്നാൽ മതി, സറണ്ടർ ചെയ്തിട്ട് റഷ്യ യുദ്ധത്തിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഇതാണ് ട്രംപ് അന്ന് കൊടുത്ത ഓഫർ. അത് കഴിഞ്ഞ് അമേരിക്കയിൽ എത്തിയിട്ട് മിനിറ്റുകൾ കിടക്കാൻ സെലൻസ്കി എന്ത് ചെയ്തു? അയാൾ പറഞ്ഞ വാക്കിന്ന് ബാക്ക് ഓഫ് ചെയ്തു. ഈ ഇതിന്നുണ്ടായ അജിറ്റേഷൻ ആണ് അന്ന് ട്രംപിന്റെ ഷോ. ഇങ്ങനെ വാക്ക് ഒരു സ്ഥാനത്തിന് പ്രസിഡന്റ് ഇരുന്നിട്ട് ഇപ്പോഴല്ല, ജനുവരിയില് അത് ലാസ്റ്റ് പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന റഷ്യ ആണ് അവിടെ ഈ പറയുന്ന സ്ഥലത്തും എല്ലാം വയലേഷൻ തുടങ്ങിയത് മുഴുവൻ ഉക്രൈനാണ്, അതുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളെ കൊല്ലുന്നു, എന്നിട്ട് നമ്മൾ അതിനെ കുറിച്ച് നമ്മളിവിടെ എന്താ പറയുന്നത്? ഈ കുട്ടികളെ കൊല്ലുന്ന സാഹചര്യമൊക്കെ നിങ്ങൾ ഒരുപാട് തവണ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞത് യുദ്ധം തുടങ്ങാനുള്ള സാഹചര്യമാണ്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഉണ്ടാവുന്ന കലാമിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. യുദ്ധം തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായാൽ അതിനുള്ള സീസ് ഫയർ എഗ്രിമെന്റ്സ് ഉണ്ടായി കഴിയുമ്പോൾ അത് പാലിക്കേണ്ട ബാധ്യത രണ്ടുപേർക്കുണ്ട്. അവിടെ ഞങ്ങൾ റോഗ് നേഷനാണ് മേലി നടിക്കുന്നതിലും അതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെയാണെന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും? അതാണ് ഞാൻ ചോദിക്കണേ. ഫസ്റ്റ് സീസ്ഫയർ അഗ്രിമെന്റ് ആരിഫിന്റെ അഭിപ്രായത്തിൽ എന്നാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചതെന്ന് പറയൂ. നിങ്ങൾ പറയും ഏതാണ്? അതാരോ വയലേറ്റ് എന്ന് പറയും. ഈ ക്രിമിയ അറ്റാക്ക് തുടങ്ങി വെച്ച് ഈ പ്രശ്നം കൂടുതൽ വഷളാക്കിയതാരാ? നാറ്റോ ആണ്. ക്രിമിയ റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ക്രിമിയയില് നാറ്റോ ബേസ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ക്രിമിയ കീഴടക്കാൻ കാരണം. ക്രിമിയ ടാർഗറ്റ് ചെയ്യുന്ന കാരണം ഓൾറെഡി 1954 വരെ റഷ്യയുടെ ഭാഗമായിരുന്നു ക്രിമിയ. അന്ന് ക്രൂഷ്യേവാണ് ഉക്രൈന് വെറുതെ കൊടുത്തതാണ്. അന്ന് തന്നെ റഷ്യയില് വലിയ വിവാദം ഉണ്ടായതാണ്. അന്നോട്ട് പൊളിറ്റീഷ്യൻസ് ക്രിമിയ തിരിച്ചു പിടിക്കണം എന്ന് പറയുന്നതാണ്. അതേ ക്രിമിയയില് ഒരാവശ്യമില്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തില് നാറ്റോ പറയാണ്. അത് പോരാത്തതിന് 2012, 10, 11 റഷ്യയിൽ വലിയൊരു എക്കണോമിക് ക്രൈസിസ് ഉള്ള സമയത്ത് 14 ഒരു ആവശ്യമില്ലാതെ നാറ്റോ ബേസ് ഉണ്ടാക്കാൻ നോക്കിയതാണ് ക്രിമിയയിൽ. സ്വാഭാവികമായിട്ട് റഷ്യ ത്രെറ്റ് ഫീൽ ചെയ്തു. റഷ്യയുടെ മാസ് പവർ കാണിക്കാൻ അന്നത്തെ ക്രിമിയ പൊളിറ്റീഷ്യൻസിന് ഫണ്ട് ചെയ്തു. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഈ പറയുന്ന മാതിരി ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം അന്ന് ഉണ്ടായിരുന്നില്ല. അത് വാക്കാലുള്ള ഒരു സാധനം മാത്രമാണ്. അതാണ് പഠിക്കാത്തോണ്ടല്ല, അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഉണ്ടായിട്ടുള്ളൂ. ഈ പറയുന്ന ക്രിമിയ അറ്റാക്ക്, ഈ പറയുന്ന എന്താണ് ഈ ന്യൂക്ലിയർ ഡീല് ആംസ് തിരിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ അതൊരു ഒഫീഷ്യൽ ഡീലല്ല, അതൊരു വാക്കാലുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് റഷ്യയുടെ ഭാഗത്ത് വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് വയലേഷൻ റഷ്യയുടെ അടുത്ത് നിന്ന് വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സാധനം ഇപ്പുറത്തുനിന്ന് വരുമ്പോൾ അത് യുദ്ധം ചെയ്യാനുള്ള കാരണമായിട്ട് മാറ്റുന്നു. അത് നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതാണ് ഈ പറയുന്നത്. അതിൽ മിഡിൽ ഗ്രൗണ്ടിലേക്ക് വരേണ്ട ബാധ്യത അത് റഷ്യക്കുണ്ട്. അത് വരാതെ ഈ പറയുന്ന രീതിയിൽ ഒപ്രസർ
ഒപ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനകത്തുള്ള ഈ ഭാഗത്ത് നിൽക്കുന്ന ആൾ അയാൾ മാത്രമേ വഴങ്ങിയാലേ കാര്യം തീരുള്ളൂ എന്ന നിലപാടിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ യോജിക്കുന്നല്ല, നിങ്ങളിപ്പോ പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്കലി തെറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് 2022 ഫെബ്രുവരി 21 റഷ്യ യുദ്ധം ചെയ്തിട്ട് മാർച്ച് 21 കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സീസ്ഫയർ റിക്വസ്റ്റ് ചെയ്തത് റഷ്യയാണ്. അവരൊറ്റ കണ്ടീഷൻ വെച്ചുള്ളൂ, നാറ്റോ ഉക്രൈനിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പാടില്ല. ഇനി കഴിഞ്ഞ 2-3 കൊല്ലത്തെ കേസൊക്കെ പോട്ടെ, ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ഞാൻ ചോദിക്കുന്നത് ഈ യുക്രൈന് നാറ്റോയിൽ ചേരാൻ എന്താ തടസ്സം ഞാൻ ചോദിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ? ആ തടസ്സം റഷ്യയും അമേരിക്കയും നാറ്റോയും തമ്മിലുള്ള 1990s വാക്കാലും പേപ്പറിലുള്ള അഗ്രിമെന്റിന് അത് വാക്കാലേ ഉള്ളൂ, പേപ്പറിലില്ല, വാക്കാലേ ഉള്ളൂ. അത് പിന്നെ അതിലെ വയലേഷനിൽ റഷ്യക്കും അതിൽ പറയുന്ന വയലേഷനിൽ റഷ്യക്കും പങ്കുണ്ട്. അത് അവിടെ തീർന്നു. പിന്നെ അതിപ്പോ പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് നിങ്ങൾ ഇനി ന്യായീകരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതേ അഗ്രിമെന്റ് പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോഴും യുദ്ധം നടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ റഷ്യക്ക് എന്ത് ഗ്രൗണ്ട് ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് അതെങ്ങനെ വരുന്നത്? നിങ്ങളല്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത്. നാറ്റോയിൽ ഉക്രൈൻ ചേർന്നാൽ എന്താ കുഴപ്പം? നാറ്റോ അപ്പൊ അതിന്റെ ഉത്തരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാൻ മാത്രമേ പ്രശ്നമുള്ളൂ, അമേരിക്ക കളിക്കാൻ കുഴപ്പമില്ല. കാരണം കളിയുടെ കാര്യമല്ലല്ലോ പറയാം. നാറ്റോ എന്ന് പറയുന്നത് കളിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യൂ. നാറ്റോയും ഈ കളിയും തമ്മിൽ കളിയും നാറ്റോ എങ്ങനെ ഒന്നാവുക? ഒരു കളിയും ക്രിക്കറ്റ് കളിയും ഈ പറയുന്ന നാറ്റോ തമ്മിൽ ഒന്നാവുക എങ്ങനെയാണ്? അതിന്റെ പുറകിലുള്ള വ്യൂ ആണ് ഒന്നാവണത്. ഇന്ത്യ അതെങ്ങനെ ഒന്നാവുന്നത്? അതുകൊണ്ടാണ് നമുക്ക് കളിക്കാൻ പറ്റുന്നത്. ഉക്രൈനും റഷ്യയും തമ്മിൽ നാറ്റോയിൽ ഉക്രൈന് ചേരുന്നതിൽ എന്താ തടസ്സം ഞാൻ ചോദിക്കുന്നത്? എന്താ കുഴപ്പം? അത് അവരുടെ സോവറിൻ റൈറ്റ് അല്ലേ? ഈ 90s-ലോ 80s-ലോ ഒക്കെ 90s-ലെ കാര്യം പറഞ്ഞു. അത് വാക്കാലുള്ള വെറും ഒരു വാക്കാലുള്ള ഒരു അറേഞ്ച്മെന്റ് മാത്രമാണ്. അതിന് അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ ഒരു ഇറ്റേണൽ വാലിഡിറ്റി ഒന്നുമില്ല. ഓക്കെ, അത് അതിന് ശേഷമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വയലേഷൻസ് അത് റഷ്യയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ റോഗ് നേഷൻ എന്ന് വിളിക്കുന്നത്. ഇന്ന് ഒരു ആസ് എ സോവറിൻ നേഷൻ ഉക്രൈന് ഈ പറയുന്ന നാറ്റോയിൽ ജോയിൻ ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഉക്രൈനിലേക്ക് എക്സ്പാൻഡ് ചെയ്യില്ല, നമ്മൾ തമ്മിൽ ധാരണയുണ്ട് എക്സ്പാൻഡ് ചെയ്യില്ല എന്ന്. ഓരോ തവണ നാറ്റോ എക്സ്പാൻഡ് ചെയ്യുമ്പോഴും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങൾ വീണ്ടും തന്നെ ഫോളോ ചെയ്തിട്ടില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളിത് സെയിം സർക്കിൾ നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയൂ. നാറ്റോയിൽ ഉക്രൈൻ ജോയിൻ ചെയ്യുന്നതിന് എന്താ തടസ്സം? ആ തടസ്സം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്. റഷ്യ ഉക്രൈനെ ശത്രുരാജ്യമായിട്ട് കാണുന്നത് എന്തിന്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. എന്തിനങ്ങനെ കാണുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാ ഡിസ്പ്യൂട്ട്? എന്ത് മേഖലയിലാ ഡിസ്പ്യൂട്ട്? അവരുടെ കമ്മ്യൂണിസം വരാനുള്ള സമയം തൊട്ടേ അവർ വഴക്കുണ്ട്. എന്ത് കാര്യത്തിന്? അതിപ്പോ അപ്പുറത്തും ഇപ്പുറത്തുള്ള പല രാജ്യങ്ങളായിട്ട് വഴക്കില്ല. എന്തുകൊണ്ട്? വൈ സ്പെസിഫിക്കലി യുക്രൈൻ? അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉക്രൈനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് അത് കമ്മ്യൂണിസ്റ്റ് റൂൾ കൊണ്ടുനടന്നിട്ടുള്ളത്. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണി കിട്ടി കൊന്ന ചരിത്രമുണ്ട് റഷ്യൻ കമ്മ്യൂണിസ്റ്റ്. അതൊക്കെ കഴിഞ്ഞല്ലോ. നിങ്ങൾ ഇപ്പൊ ഈ ആധുനിക കാലത്ത് പറയുമ്പോൾ എന്താണ് അതിന്റെ കാരണം എന്ന് പറയൂ? എന്താണ് അതിന്റെ കാരണം എന്ന് പറയൂ? ഏതിന്റെ കാരണം? എന്തിനാണ് ആ ശത്രുത? വാട്ട് ബേസിസ്? ശത്രുത എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പൊളിറ്റീഷ്യൻസ് അല്ലേ അത് നരേറ്റ് ചെയ്യേണ്ടത്. ഞാനിങ്ങനെ പറയാ, അവര് റഷ്യൻ ശത്രുരാജ്യമായിട്ടാണ് എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്. റഷ്യ തിരിച്ചു അങ്ങനെ തന്നെയാണ്. അതിൽ ഉക്രൈൻ പൊളിറ്റീഷ്യൻസ് പറയുന്ന കാര്യം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്ന അക്രമങ്ങളാണ്. ഇപ്പൊ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. അപ്പൊ അവരത് പറയുന്നത് 2014 അന്നത്തെ ഇപ്പൊ 2014 വരെ എന്തുകൊണ്ട് റഷ്യ ഉക്രൈൻ ആക്രമിച്ചില്ല? അതിന് മുൻപും നാറ്റോയിൽ ചേരുന്ന ആർഗ്യുമെന്റ് വന്നിട്ടുണ്ടല്ലോ. അതുവരെ നാറ്റോ അല്ലേ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? ഈ നാറ്റോയിൽ ചേരാന്ന് പറയുന്നത് റഷ്യൻ പ്രൊപ്പഗൻഡയാണ്. പൊളിറ്റിക്സ് അറിയാത്തോണ്ടല്ല, വാക്കാലുള്ള സാധനം ഒരിക്കലും തന്നെ. ഇന്നിപ്പോ അമേരിക്ക ആരുടെ സൈഡിലാണ് നിൽക്കുന്നത്? ട്രംപ് ആരുടെ സൈഡിലാണ് നിൽക്കുന്നത്? നാറ്റോ ഉക്രൈനിൽ ചേരുന്നത് വെറും റഷ്യൻ പ്രൊപ്പഗൻഡയാണെന്നാണ്. ഇതുപോലെ പൊട്ടത്തരം പറയലുണ്ട് സാബിന്. 2022 മാർച്ചിൽ റഷ്യ പേപ്പർ മുന്നോട്ട് വെച്ചിട്ട് പറഞ്ഞൊരൊറ്റ കാര്യമുള്ളൂ, നാറ്റോയിലേക്ക് ചേരില്ല എന്ന് ഉക്രൈൻ എഴുതി കൊടുത്താൽ മതി. ഇത്രയും പറഞ്ഞിട്ടുള്ള അത്ര. ഇത് റഷ്യയുടെ പ്രൊപ്പഗൻഡയാണെങ്കിൽ ഇത് റഷ്യയുടെ പ്രൊപ്പഗൻഡയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫാക്ട് നിങ്ങൾ കൊണ്ടുപോയോ? നാറ്റോ അവിടെ ഒരു ബേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. നാറ്റോയിൽ ചേരുന്നത് പ്രൊപ്പഗൻഡയാന്ന് പറയണു. ശരി, ഞാൻ സമ്മതിച്ചു. ഈ പ്രൊപ്പഗൻഡയ്ക്ക് എന്തിനാ കളിക്കാൻ? ട്രംപ് അവിടെ ചെയ്യണത് ട്രംപ് റഷ്യയുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കണത്. സെലൻസ്കി എതിരായിട്ടാണ്.
ഇത് പറയാതെ ട്രംപ് നിങ്ങൾ റഷ്യയുടെ കൂടെ നിന്നിട്ട് എന്താ ചെയ്തു കൊടുക്കുന്നത് റഷ്യക്ക് വേണ്ടിയിട്ട്? എന്താണ് ഇപ്പോഴത്തെ സീസ് ഫയർ പ്രപ്പോസലിൽ പോലും ട്രംപ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2025 മെയില് റഷ്യയുടെ കറസ്പോണ്ടൻസും ഉക്രൈന്റെ കറസ്പോണ്ടൻസും ഈസ്റ്റാൻബുളിൽ മീറ്റിംഗ് വെച്ചിട്ട് 2 ദിവസം റഷ്യ വെടിനിർത്തലുള്ള സമയത്ത് അത് 2 പേരുടെയും കറസ്പോണ്ടൻസ് റെപ്രസെന്റേറ്റീവ്സ് ഈസ്റ്റാൻബുളിൽ ഫ്ലൈറ്റ് ഇറങ്ങേണ്ട സമയത്താണ് ഇവിടെ 1.5 കൊല്ലം പ്ലാൻ ചെയ്തിട്ട് ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നിങ്ങൾ ഇവിടെ 3-3.5 മണിക്കൂർ ചാനൽ ചർച്ച നടത്തിയത് വലിയ ഗംഭീരമായിട്ട് ഉക്രൈനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉക്രൈനുള്ള സപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഇപ്പോഴും ഉള്ളത്. ഉക്രൈനുള്ള സപ്പോർട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഒരു മീഡിയേഷന് 2 രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് യുദ്ധം നിർത്തിയിട്ട് റഷ്യ യുദ്ധം നിർത്തിയിരിക്കുന്ന സമയത്ത് ഒരു മീഡിയേഷന് 2 രാജ്യത്തിന്റെ ആൾക്കാർ ഒരു സ്ഥലത്ത് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴല്ല യുദ്ധം ചെയ്യുക. അതെണ്ടിത്തരാ. അത് ശരി, അതായിരിക്കും അവിടെ ഉക്രൈനിലെ അതുകൊണ്ടായിരിക്കും ഉക്രൈനിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ബോംബിടുന്നത്. 3.5 മണിക്കൂർ ചർച്ച ചെയ്തതില് നിങ്ങള് റഷ്യയുടെ മീഡിയേഷന് ഈസ്റ്റാൻബുളിൽ വന്ന കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്തില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് പ്രൊപ്പഗാണ്ട ഉണ്ട്, അവർക്കല്ല. നാറ്റോയിൽ ചേരുക എന്നുള്ളത് റഷ്യയുടെ പ്രൊപ്പഗാണ്ട ആണെങ്കിൽ നാറ്റോയിൽ ചേരുക എന്നുള്ളത് റഷ്യയുടെ പ്രൊപ്പഗാണ്ടയാണെന്ന് ഉക്രൈൻ ഉറപ്പുണ്ടെങ്കിൽ ഉക്രൈൻ വേണം പറയാൻ അത് വേറെ പ്രൊപ്പഗാണ്ടയാണ്, ഞങ്ങൾ ചേരുന്നില്ല എന്ന് ഉക്രൈൻ കണ്ടീഷനേ ഉള്ളൂ. ഈ റഷ്യൻ പ്രൊപ്പഗാണ്ട എന്ന് പറയുന്നത് ശരി, നമുക്കറിയില്ല. റഷ്യൻ പ്രൊപ്പഗാണ്ട എന്ന് പറയുന്നത് ആഗോളതലത്തിൽ പ്രസിദ്ധമാണ്. വൈറ്റ് പേപ്പേഴ്സ്, അത് നിങ്ങൾക്ക് അറിയോ? ആഗോളതലത്തിൽ പ്രസിദ്ധം പറഞ്ഞു അത് നിങ്ങൾക്ക് അറിയോ? ഈ ഒരു വിഷയത്തിൽ മാത്രമൊന്നുമല്ല, എന്തെല്ലാം വിഷയങ്ങളിൽ ഈ പറയുന്ന ഇനി ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ 1967 വാറിലേക്ക് പോയത് തന്നെ ഈ റഷ്യൻ പേപ്പർ ഇതുപോലെ ഒരെണ്ണം ഇറക്കിയിട്ടാണ്. നിങ്ങൾ ഈ റഷ്യനെ ഒരുപാട് വെളുപ്പിക്കാൻ നിൽക്കല്ലേ. ഏതായാലും നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. റഷ്യ ഒരു റോഗ് നേഷൻ ആണെന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിക്കുന്നു. ഒരു തെമ്മാടി രാഷ്ട്രമാണ്, ഒരു സംശയമില്ല. ഓക്കെ, ഞാൻ തെമ്മാടിയോടൊപ്പം രാഷ്ട്രം തന്നെയാണ് ഉക്രൈനും അല്ലെങ്കിൽ സെലൻസ്കിയും. നമുക്ക് പറ്റില്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്ന മര്യാദ. സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് അടിമത്വമാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകൾക്ക് അടിമത്തല്ല, പ്രൊവോക്ക് ചെയ്യാതിരിക്കുക. പ്രാദേശിക ഇലക്ഷനില് കണ്ണൂരിലൊക്കെ നടക്കുന്നത് മലപ്പട്ടത്തും അവിടെയൊക്കെ ഈ നോമിനേഷൻ പിൻവലിപ്പിക്കപ്പെട്ടതൊക്കെ ഈ എന്താ പറയാ അല്ല, അതിലേക്ക് പോയി നമുക്ക് ഇനി അടുത്ത വിഷയത്തിലേക്ക് പോയാൽ ഇത് നീണ്ടു. നമുക്ക് അടുത്ത ആളുകൾ വെയിറ്റിംഗ്. അല്ല, നിങ്ങൾക്കൊരു നാറ്റീവ് ഉള്ളത് കൊണ്ട് അത് അഡ്മിറ്റ് തരണം. അപ്പൊ അതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബില് ജെഫ്രി സാസ്കി ഇത്തരം ഡീറ്റെയിൽസ് ചെയ്യുന്നുണ്ട്, അത് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ വാട്ട് ഗോർബച്ചേവ് ഹേഡ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അതല്ലാതെ റഷ്യൻ പ്രൊപ്പഗാണ്ടയാണ് റഷ്യൻ പ്രൊപ്പഗാണ്ട എന്ന് ഉക്രൈൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉക്രൈന്റെ ഓരോ ഭാഗം പോവുള്ളൂ. അവർക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഉക്രൈൻ ആദ്യം ചെയ്യേണ്ടത് ഞങ്ങൾ നാറ്റോയിൽ ചേരാന്നുള്ളത് റഷ്യൻ പ്രൊപ്പഗാണ്ടയാണ്, ഞങ്ങൾ ചേരുന്നില്ല എന്ന് അഡ്മിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഉക്രൈൻ ഇതുവരെ അത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ട്രംപ് മാത്രമാണ് ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നതിനെ എതിർത്ത് സംസാരിച്ചിട്ടുള്ളൂ. ട്രംപിന്റെ ഫസ്റ്റ് ടൈമിലും ഉക്രൈൻ അന്ന് ഡിമാൻഡ് ചെയ്തിരുന്നു, ട്രംപ് അത് റിജക്ട് ചെയ്തു. ബൈഡൻ വന്ന സമയത്താണ് അതിനെ സപ്പോർട്ട് ചെയ്ത്. ട്രംപ് പറഞ്ഞൊക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ എന്റെ ഇന്റഗ്രിറ്റി നോക്കണേക്കാളും പ്രൊട്ടക്ഷൻ നോക്കേണ്ടത്. ഉക്രൈനല്ലേ? ഇത് അടിമത്തല്ല, ഇതിന് അടിമത്തം നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ പേരിലായി വേണം. അടിമത്തല്ല, അത് ഡിപ്ലോമസിയാണ്. ഇത്രകാലം അടിമയായിട്ടാണ് ജീവിച്ചിരുന്നത്. 2022 ഫെബ്രുവരി 21 തീയതി വരെ റഷ്യയുടെ അടിമയായിട്ട് നിലനിൽക്കുന്ന മറ്റു രാജ്യങ്ങളെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? റഷ്യയുടെ അടിമകളായിട്ട് നിലനിൽക്കുന്ന മറ്റു രാജ്യങ്ങളുടെ ഒരു രാജ്യത്തിന്റെ പേര് പറയൂ. റഷ്യയുടെ അടിമകളായിട്ട് ഒരു രാജ്യം നിൽക്കുന്നില്ല, അവർ ഫണ്ട് ചെയ്തല്ലാതെ ഒരാളും നിൽക്കുന്നില്ല. ഫണ്ട് ചെയ്തല്ലാതെ ഈ ഫണ്ട് ചെയ്ത് നിൽക്കണത് തന്നെയാണ് ഈ അടിമ രാജ്യം എന്ന് പറയുന്നത്. ബെലാറസ് എങ്ങനെ നിൽക്കണേ? ബെലാറസിനെ കുറിച്ച് പറയൂ. അങ്ങനെയാണെങ്കിൽ ശ്രീലങ്ക ചൈനയുടെ അടിമയല്ലേ ബെലാറസ്? പിന്നെ ഈ പറഞ്ഞ പോലെ റഷ്യന്റെ ഒപ്പം നിൽക്കുന്ന രാജ്യമാണ്. ഈ ബെലാറസിനെ ആക്രമിക്കാത്തത് ഈ പുട്ടിന്റെ മൂട് താങ്ങി നിൽക്കുന്നോണ്ടാണ്. അത് ഈ മൂട് താങ്ങി നിൽക്കാത്ത ഇതൊന്ന് പ്രസന്റ് ചെയ്യും. ഞാനിപ്പോ ഇയാള് പറഞ്ഞു ക്രിമിയ പിടിച്ചടക്കി, മറ്റേത് പിടിച്ചടക്കി, അത് അവിടെ നാറ്റോ മറ്റേ ഇത് ചെയ്തു എന്താ പറയുന്നത്. അതായത് ഇത് തെറ്റിച്ചത് നാറ്റോ അവിടെ ആണ് തെറ്റിച്ചതെന്നാണ് പറഞ്ഞത്.
ഇത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടോ? NATO base building in Crimea 2014. In 2014, there is no credible evidence that NATO constructed or attempted to build a military base in Crimea. Instead, NATO strongly condemned Russia's annexation of the peninsula. റഷ്യ അതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. There is no credible evidence. ശരി, ഞാൻ പറഞ്ഞുതരാം. ഇതെനിക്ക് അറിയുന്ന കാര്യമാണ് സുഹൃത്തെ. ഞാൻ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഇതുപോലെ മണ്ടത്തരം വിളിച്ച് പറയരുത്. നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങളാണ് പുതിയ ഡാറ്റ എടുത്ത് വെക്കുന്നത്. ഇതുപോലെ ഡീറ്റെയിൽസ് ഒന്ന് കംപ്ലീറ്റ് ശേഖർ ഒന്ന് മ്യൂട്ടായിട്ട് ഇരിക്കൂ, മുഴുവൻ പറയട്ടെ. ഒരു നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ എന്ന് പറയുന്നത്. ആ ട്രീറ്റി ഓർഗനൈസേഷനിൽ ചേരണ്ടേ എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ സോവറിനായിട്ട് ഡിസിഷനാണ്. ആ രാജ്യക്കാരാണ് തീരുമാനിക്കേണ്ടത്. റഷ്യ ആയിട്ട് കൂടുതൽ ഭരണകൂടം പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് 2014 റഷ്യക്ക് എതിരെയുള്ള അല്ലെങ്കിൽ പുടിനെതിരെയുള്ള ഒരു ഗവൺമെന്റ് അവിടെ ജനങ്ങൾ കയറ്റിയത്. ജനങ്ങൾക്ക് റഷ്യന്റെ ഒപ്പം പോവണ്ട, റഷ്യക്ക് ജനങ്ങൾക്കൊപ്പം പോകണം. ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ആ രാജ്യത്തിന് എവിടെ പോകണം, ഏത് രാജ്യത്ത് കയറണം, ആ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിക്കും. ഉക്രൈൻ നാറ്റോയിൽ കയറേണ്ടതെന്നുള്ള ഉക്രൈന്റെ ഇഷ്ടമാണ്. ഉക്രൈൻ ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി റഷ്യന്റെ പുടിന്റെ ആ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഇതായത് കൊണ്ടും അവിടെ ഇൻകർഷൻസ് ബോർഡേഴ്സിൽ ഉണ്ടായത് കൊണ്ടുമാണ് അവർ പ്രൊട്ടക്ഷന് വേണ്ടി നാറ്റോയിൽ ചേരുന്നത്. അത് എന്നിട്ട് അവിടുത്തെ ഭരണകൂടം എന്താ ചെയ്തത്? ഭരണകൂടം പറഞ്ഞു റഷ്യന്റെ ഒപ്പം നിന്നതുകൊണ്ട് 2014 ഇലക്ഷനിൽ ഈ പറഞ്ഞതുപോലെ ആന്റി റഷ്യ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോ വെസ്റ്റ് ആയിട്ടുള്ള സെലൻസ്കിന്റെ ഭരണകൂടത്തിന് നിൽക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് ആ രാജ്യത്തിന്റെ ഒപ്പം റഷ്യന്റെ ഒപ്പം പോകണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇയാളാരെ പറയാൻ? അല്ലെങ്കിൽ റഷ്യ ആരാ പറയാൻ? റഷ്യ എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യമാണ്. ഉക്രൈൻ എന്നുള്ള വേറെ സോവറിൻ രാജ്യമാണ്. ആ രാജ്യത്ത് എന്ത് ചെയ്യണം? ആ രാജ്യത്ത് ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ആ രാജ്യം പറയാണ് ഞങ്ങൾക്ക് നാറ്റോ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ചേർന്നാൽ മതി, ഞങ്ങൾക്ക് റഷ്യ എന്ന് പറയുന്ന ഡിക്റ്ററ്റോറിയൽ സ്റ്റേറ്റിന്റെ ഒരു സ്റ്റേറ്റ് ആവണ്ട അല്ലെങ്കിൽ അതിന്റെ ഒരു കൗണ്ടി ആവണ്ട ഞങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യം പറയുന്നത് ആ രാജ്യത്തിന്റെ ഇഷ്ടമല്ലേ? ഇതേപോലെയാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞു 1950s കാര്യമൊക്കെ പറഞ്ഞു. ഈ 1950s അത് USSR ആയിരുന്നു. അതിനുശേഷമാണ് ഇത് പൊടിഞ്ഞു പോകുന്നത്. 1992 ബോൾട്ടിക് സ്റ്റേറ്റ്സ് ലാറ്റ്വിയ, ലിത്വേനിയ, എസ്തോണിയ ഒക്കെ വേറെ രാജ്യങ്ങളാവുന്നത്. അപ്പൊ അതുവരെ അത് റഷ്യന്റെ ഭാഗമായിരുന്നു. അപ്പൊ ഇയാളെ കണക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ, ഇയാളെ ലോജിക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ലാറ്റ്വിയ, ലിത്വേനിയ, എസ്തോണിയ ഒക്കെ നാറ്റോ പോയി ചേർന്നു. അവർ ആദ്യം ചെയ്ത് നാറ്റോ പോയി ചേരുകയാണ്. USSR പൊളിഞ്ഞപ്പോൾ വേറെ രാജ്യങ്ങളായപ്പോൾ അവർ ആദ്യം നാറ്റോ പോയി ചേർന്നതാണ്. കാരണം അവർക്കറിയാം റഷ്യ പിടിച്ചടക്കാൻ നോക്കുന്നു. റഷ്യ ഇപ്പൊ ലാറ്റ്വിയ, ലിത്വേനിയയും എസ്തോണിയും പിടിച്ചടക്കാതെ നാറ്റോ പോയി ചേർന്നോണ്ടാ. ഇതേപോലെ ഫിൻലൻഡും സ്വീഡനും നോർവേ ഒക്കെ ന്യൂട്രലായിട്ട് ചരിത്രപരമായിട്ട് നിന്ന രാജ്യങ്ങളാണ്. അവർ വരെ ഇപ്പൊ നാറ്റോ പോയി ചേർന്നു. എന്താ കാരണം? റഷ്യന്റെ ഈ പുടിൻ എന്ന് പറയുന്ന ഭരണകർത്താവിന്റെ കീഴിലുള്ള റഷ്യന്റെ ഇൻകർഷൻസ്, പുടിൻ എന്ന് പറയുന്ന ഒരു ഹിറ്റ്ലറിന്റെ പോലത്തെ ആ ഭരണാധികാരിയുടെ ഈ പറഞ്ഞ പോലെ അതോറിറ്റേറിയൻ അല്ലെങ്കിൽ ഡിക്റ്ററ്റോറിയൽ ആയിട്ടുള്ള നിഗമനങ്ങൾ കാരണമാണ് ഈ പറഞ്ഞ പോലെ ചേർന്നത്. അപ്പൊ ഇയാളെ കണക്ക് പ്രകാരമാണെങ്കിൽ, ഇയാളെ ലോജിക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ റഷ്യ ഈ പറഞ്ഞ ലാറ്റിൻ ലിത്വേനിയൊക്കെ പോയി അറ്റാക്ക് ചെയ്യണം. അതിന് അറ്റാക്ക് ചെയ്യാത്തത് കാരണം ഒരൊറ്റ കാരണമേ ഉള്ളത്, നാറ്റോ പോയി ചേർന്നുകൊണ്ടാണ്. ഇതേപോലെ ഉക്രൈന് ചേരണം എന്ന് പറഞ്ഞു. കാരണം ഉക്രൈനിൽ ഓൾറെഡി ഈ പറഞ്ഞ പോലെ ക്രിമിയ ആക്രമിച്ചപ്പോൾ അവിടെ ഉക്രൈന്റെ ഭരണകർത്താക്കൾ പറഞ്ഞു പോയിക്കോട്ടെ ഞങ്ങൾ റഷ്യന്റെ ഒപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതേപോലെ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവിടുത്തെ അടുത്ത ഇലക്ഷനിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഭരണകൂടം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോ വെസ്റ്റ് ആയിട്ടുള്ള ഭരണകൂടത്തിന് വോട്ട് ചെയ്ത് കയറ്റി. അതാണ് സെലൻസ്കിന്റെ ഭരണകൂടം. സെലൻസ്കിന്റെ ഭരണകൂടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ഈ ഡിസിഷനാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സെലൻസ്കിന്റെ ചിന്താഗതിയില്ല. ഇനി സെലൻസ്കി ആസ് എ പേഴ്സൺ അയാൾ കുറെ ചെറ്റത്തരങ്ങൾ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അത് നമുക്കിവിടെ അയാൾ പഴയൊരു കോമേഡിയനാണ്. അയാളുടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ന്യൂഡിറ്റി കാണിക്കുന്നത്. യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പഴയ കോമേഡിയനാണ്. അങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്ക് പറയാം. ഈ പറഞ്ഞ പോലെ പൈസ മുണുക്കി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോഴും അവിടുത്തെ ജനങ്ങളുടെ ഇഷ്ടമല്ല നമ്മൾ നോക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, ചരിത്രപരമായിട്ട് ഈ പറഞ്ഞ പോലെ 1992 വിട്ടുപോയ കാര്യങ്ങൾ ലാറ്റ്വിയൻ, ലിത്വേനിയൊക്കെ കാര്യം പറയും. ഇതേപോലെയാണ് പോളന്റെ കാര്യം പറയുന്നത്. പോളണ്ട് ഈ പറഞ്ഞ പോലെ ഇയാളെ ലോജിക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ പോളണ്ടും ഈ പറഞ്ഞ പോലെ റഷ്യന് പോകുമ്പോൾ ഞങ്ങൾ റഷ്യൻ്റെ ഒപ്പം പോയിക്കോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ റഷ്യ ഞങ്ങൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെ നിന്ന് കൊടുത്തില്ല. അതിന് കാരണം അവർക്ക് റഷ്യൻ്റെ ഒപ്പം നിൽക്കണ്ട, അവർക്ക് USSRന്റെ ഒപ്പം നിൽക്കണ്ട, അവർക്ക് കമ്മ്യൂണിസ്റ്റ് ഒപ്പം നിൽക്കണ്ട. അവർക്ക് അവരുടെ ജനങ്ങൾ തന്നെ ഭരിക്കുന്ന ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഒപ്പം, ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് പോളണ്ടുകാർക്ക് നിന്നാൽ മതി. ഇതേപോലെയാണ് ലാറ്റ്വിയയും, ലിത്വേനിയും, എസ്തോണിയും, ഈ പറഞ്ഞ പോലെ ഹംഗറിയും, ഈ പറഞ്ഞ പോലെ പോളണ്ടും, ഈ പറഞ്ഞതുപോലെ സ്ലോവാക്യയും, ചെക്ക് റിപ്പബ്ലിക് ഒക്കെ ഉള്ളത്. ഇതൊക്കെ ഒരു കാലത്ത് USSRന്റെ ഭാഗങ്ങളായിരുന്നു.
അവർക്ക് അവിടുത്തെ ജനങ്ങളാണ് USSR വിട്ടുപോയപ്പോൾ ഞങ്ങൾക്ക് അവരൊപ്പം നിൽക്കണ്ട എന്ന് പറഞ്ഞ് മാറുന്നത്. ഇതിന്റെ പേരിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യ ഏതുപോലെയാണ് UK-ക്കെതിരെ പോരാടിയത്, ഇതേപോലെ ഏതുപോലെയാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ അവരുടെ കോളനൈസേഴ്സിന് എതിരെ പോരാടിയത്, ഇതേപോലെ USSR-ന് എതിരെ പോരാടിയ ആൾക്കാരാണ്. ഈ രാജ്യങ്ങൾ ഇപ്പൊ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ആ രാജ്യമാണ്, ഞങ്ങൾക്ക് ഈ രാജ്യമാണ്, ഞങ്ങൾക്ക് പണ്ടത്തെ രാജ്യമാണെന്ന് പറയുകയാണെങ്കിൽ ഇതിപ്പോ UK ഇന്ത്യ വേണമെന്ന് പറയുന്ന പോലെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റഷ്യ. ഇതേപോലെ ഈ പറഞ്ഞ പോലെ ഫ്രാൻസ് പറയാണ് ഞങ്ങൾക്ക് നൈജീരിയ വേണം, ഫ്രാൻസ് പറയാണ് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ മാഹി വേണം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പൊ റഷ്യ ഇപ്പൊ യുക്രൈൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബെലാറസിനെ എന്താ അറ്റാക്ക് ചെയ്തത്? ബെലാറസിനെ അറ്റാക്ക് ചെയ്തത് ഈ പറഞ്ഞ പോലെ ഒരു പപ്പറ്റ് ഗവൺമെന്റ് അവിടെ ഉള്ളത് കൊണ്ടാണ്. ഇനി അടുത്ത ചരിത്രപരമായിട്ടുള്ള ഫാക്ട് പറഞ്ഞു. ഇനി അടുത്ത കാര്യം, ഈ റഷ്യ ഈ നാറ്റോയില് മെയിൻ ആയിട്ടുള്ള മാനദണ്ഡം ഇയാൾ പറഞ്ഞത് ഈസ്റ്റിലുള്ള ഒരു രാജ്യങ്ങളും പിന്നെ നാറ്റോയിൽ ചേരാതിരുന്നാലാണ് ചേരരുതെന്നാണ് പോലും റഷ്യ മുന്നോട്ട് വെച്ച ആശയം. അത് USSR മുന്നോട്ട് വെച്ച ആശയമാണ് ഒന്നാമത്തെ കാര്യം. ഇനി പോട്ടെ, USSR പൊളിഞ്ഞു, ഇനിയിപ്പോ ആശയം അങ്ങനെയാണെങ്കിൽ തന്നെ റഷ്യക്ക് എന്താ അധികാരമുണ്ട് ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളെയും ഒന്നടങ്കം ഭരിക്കാൻ വേണ്ടിയിട്ട്? അത് അവർ സോവറിൻ രാജ്യമായിട്ട് ലോകം അംഗീകരിച്ച ഒരു രാജ്യത്തിന് അടക്കി വാഴാൻ വേണ്ടി റഷ്യക്ക് എന്താ അധികാരമാണുള്ളത്? മാത്രമല്ല നാറ്റോ എന്ന് പറയുന്ന ഒരു രാജ്യമല്ല, അതൊരു ഗ്രൂപ്പ് ഓഫ് നേഷൻസ് ആണ്. അവിടെ കയറേണ്ടെന്ന് അവർക്ക് തീരുമാനിക്കാം. അവിടെയാണ് പിന്നെ ആ ഒരു ലിബറൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ ഡെമോക്രാറ്റിക് നിയമങ്ങൾ അവിടെ ഉള്ളത്. അതിനെ നിങ്ങൾ വിട്ടിട്ട് നിങ്ങളിപ്പോ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് പോലത്തെ റഷ്യന്റെ സാധനത്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിപ്പോ നിങ്ങൾ ഇന്ത്യയിലെ ഡെമോക്രസിനെ സപ്പോർട്ട് ചെയ്യും, എന്നിട്ട് പുറത്ത് പോയിട്ട് അവിടെ ഡിക്റ്റേറ്റർ മതി എന്ന് പറയും. ആ ചിന്താഗതിയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെയാണ് ഈ പറഞ്ഞ പോലെ റഷ്യ ഈസ്റ്റിലുള്ള ആരും നാറ്റോ പോയി ചേരേണ്ടത്. റഷ്യ ആരത് പറയാൻ? അതൊരു സോവറിൻ കൺട്രി അല്ലേ? അത് ആ സോവറിൻ കൺട്രിക്ക് തീരുമാനിക്കാം ഞങ്ങൾക്ക് ഏത് ഗ്രൂപ്പിംഗ് ചേരണം, ഞങ്ങൾക്ക് ബ്രിക്സ് ചേരണം, ഞങ്ങൾക്ക് നാറ്റോ ചേരണം, അത് ആ രാജ്യത്തിന് തീരുമാനിക്കാം. ഞങ്ങൾക്ക് ആസിയാനിൽ ചേരണം, ഞങ്ങൾക്ക് G20 ചേരണം, ആ രാജ്യത്തിന് തീരുമാനിക്കാം. അവിടെ അത് ഗ്രൂപ്പ് ഓഫ് നേഷൻസ് ആണ്. അല്ലെങ്കിൽ റഷ്യ അവിടെ പിന്നെ ഒരു രാജ്യം കടന്നാക്രമിക്കുക സ്വന്തം രാജ്യമാക്കാൻ വേണ്ടി നോക്കുകയാണ്. അതാണോ? അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ഏത് ഗ്രൂപ്പിംഗ് ചേരണം അവിടെ ജനങ്ങൾ തീരുമാനിക്കണമാണോ വേണ്ടത്? അടുത്ത ചോദ്യം. ഇനി രണ്ടാമത്തെ കാര്യം, സെലൻസ്കി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അയാളുടെ പേഴ്സണൽ സാധനങ്ങളാണ്. ഞാൻ ഇവിടെ യുക്രൈൻ എന്നുള്ള ജനങ്ങളെയാണ് പിന്തുണയ്ക്കുന്നത്. പിന്നെ ഈ വയലേഷൻസിന്റെ കാര്യം പറഞ്ഞു. ഉക്രൈന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗാസ ചെയ്തതുപോലെ റഷ്യയെ പോയിട്ട് 1200 പേര് ആയിരങ്ങളെ പോയി കൊന്നൊടുക്കും, ജനോസൈഡ് നടത്തി ഈ വയലേഷൻസ് എന്ന് പറയുമ്പോൾ. എന്നിട്ട് ഇതിന്റെ പേരിൽ റഷ്യക്ക് എന്താ? അപ്പൊ അങ്ങനത്തെ ഒരു കൊലപാതകവും ജനോസൈഡും ഉക്രൈൻ ചെയ്തിട്ടില്ല. അപ്പൊ റഷ്യക്ക് ഇങ്ങോട്ട് കയറിയിട്ട് കൊലപാതകം ചെയ്യുന്നതും ജനോസൈഡ് ചെയ്യുന്നതും ഒന്നും പ്രശ്നമല്ല. അപ്പൊ അതെന്ത് വയലേഷനാണ്? അതല്ല ജനോസൈഡ്, അതല്ല ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ്. അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് ഒരു അവസാനത്തെ ഒരു കാര്യം കൂടി. ഇനി ഇത് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. ഇന്ത്യയിലുള്ള വലതുപക്ഷം ഈ റഷ്യനെ പിന്തുണയ്ക്കുക, ഇന്ത്യയിലുള്ള വലതുപക്ഷം റഷ്യനെ പിന്തുണയ്ക്കുന്നു, ഉക്രൈനെ താഴ്ത്തി പറയുന്നു. ഇനി ഇതേ കമ്മ്യൂണിസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്യുന്ന റഷ്യനെയാണ്. അവിടെ ഇടതും വലതും ഒപ്പാവുകയാണ്. അവിടെയാണ് നമ്മൾ ഇടതും അല്ല വലതും അല്ല നമ്മൾ പറയേണ്ടി വരുന്നത്. നമ്മൾ ഇടതും അല്ല വലതും അല്ല സെൻറ്ററും അല്ല, നമ്മളുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയേണ്ടത് ഇതുകൊണ്ടാണ്. ഇനിയിപ്പോ ഈ മനുഷ്യത്വത്തിന്റെ കാര്യം, കുട്ടികളെ കൊല്ലുന്ന കാര്യം, നമ്മളിപ്പോ ഇവിടെ ഗാസയില് ഇവിടെ യുദ്ധം തുടങ്ങിയത് പിന്നെ ഈ പലസ്തീനുകളാണ്, ഈ ഗമാസാണ്. അവിടെ പോയിട്ട് കൂട്ടക്കുരുതി ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത്. എന്നിട്ട് ഇസ്രായേൽ തിരിച്ചു വന്നത്. അപ്പൊ ഇസ്രായേലും പലസ്തീൻ സംഭവത്തിന് റഷ്യ ഉക്രൈനായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ ഇറ്റേണൽ വിക്ടം അവിടെ വിക്ടം എന്ന് പറയുന്ന ഉക്രൈൻ തന്നെയാണ്. കാരണം റഷ്യയാണ് ഇങ്ങോട്ട് കയറി യുദ്ധം ചെയ്തു തുടങ്ങിയത്, ആൾക്കാരെ കൊല്ലാൻ തുടങ്ങിയത്, അല്ലാതെ ഉക്രൈൻ അല്ല അവിടെ ചെയ്തു തുടങ്ങിയത്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരെ ഡേറ്റ് ഒക്കെ പറയുമ്പോൾ ക്രിമിയ അങ്ങനെ ആക്രമിച്ചിട്ടില്ല, ക്രിമിയയിലെ നാറ്റോ വന്നൊക്കെ ഡേറ്റ് ഒക്കെ സഹിതം പറയുമ്പോൾ പുള്ളിക്കാരൻ ഫാക്ട് പറഞ്ഞു വിചാരിച്ചു. നമ്മളൊരു സിമ്പിൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഇയാള് എവിടെയോ ഏതോ ഒരു പ്രൊപ്പഗണ്ട ഫാക്ടറി ഏതോ പാർട്ടി ക്ലാസ്സിൽ നിന്ന് വന്നതാണ് നേരിട്ട്. അല്ല, ഞാൻ പറയാൻ വന്നത് ഇതാണ്. അതായത് ഒരു സെക്കൻഡ്, അതായത് ഇവിടെ ഈ പറയുന്ന നാറ്റോയിലേക്ക് ചേരാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യല്? ചേർന്നു എന്നിട്ട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും മനസ്സിലാക്കാം. ഈ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ടൊരു ഇത് തന്നെയല്ലേ ഈ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. അതേപോലെ മറ്റു പലതും പറയുന്നുണ്ട്. അതായത് അവിടുത്തെ ജനങ്ങളെ ഒരു വിഭാഗം, ആ ജനങ്ങളെ ഉക്രൈൻ ജനോസൈഡ് നടത്തുന്നു എന്ന് ആരോപിച്ചിട്ടാണ് ഈ യുദ്ധം ചെയ്യുന്നത്. ഇതേപോലെ ഒരു കൂട്ടം ആളുകളെ, റഷ്യൻ ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ. അതേപോലെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആദ്യത്തെ യുദ്ധം തുടങ്ങി വെച്ചപ്പോഴായാലും ശരി, ഇപ്പോൾ 2022 തുടങ്ങുമ്പോഴായാലും ശരി, രണ്ടിലും നാറ്റോയിൽ ചേർന്നിട്ടില്ല. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊരു പ്രൊപ്പഗണ്ട ഇറക്കി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് എന്നിട്ട് പിന്നെ ഈ പറയുന്ന യുദ്ധം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നമ്മൾ അതിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇനി നമ്മളിവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഗാസ ഇസ്രായേൽ വിഷയം വരുമ്പോൾ നമ്മൾ അവിടെ ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതിന് എന്താ കാരണം? എല്ലാ കാരണം നമ്മളിവിടെ പറഞ്ഞു.
ഇവിടെ സൂചിപ്പിച്ചാണ്. രണ്ടും ഒരേപോലെയാണെന്നല്ല ഈ പറയുന്നത്. പക്ഷേ ഓരോ വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണ് ആ നിലപാടുകൾ എടുക്കണമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അതിന് വേണ്ടിയിട്ട് പറയാം. ഇപ്പോൾ ഈ വിഷയത്തിലാണെങ്കിലും നമ്മൾ അവിടെ കാണുന്നത് എന്താണ്? ഉക്രൈൻ്റെ ഭാഗത്താണോ ശരി ഈ പറയുന്ന വയലേഷൻസ് രണ്ട് ഭാഗത്തും ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴും ആരാണ് ഈ വയലേഷൻസ്, ഏറ്റവും ഭീകരമായ വയലേഷൻസ് നടത്തിയിരിക്കുന്നത്? എവിടെയാണ് ഈ പറയുന്ന യുദ്ധം ഈ പെർപ്പച്വേറ്റ് ചെയ്യുന്നതിന് കാരണം കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത്? അതിൽ ഈ പറയുന്ന ഈ പ്രൊപ്പഗൻഡയ്ക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനം വരുന്നത് എവിടെയാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് നമ്മൾ കാണാതെ വെറുതെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയല്ല. അവിടെയാണ് നമ്മൾ ഉക്രൈൻ്റെ കൂടെ നിൽക്കും എന്ന് പറയുന്നത്. ഇത് ഓരോ വിഷയത്തിലും നമ്മൾ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ വെറുതെ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മളുടെ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ ഉക്രൈനോടൊപ്പം നിൽക്കണം. ഇനിയിപ്പോൾ സുഡാനിലെ വിഷയം പറയുമ്പോൾ അല്ലെങ്കിൽ നൈജീരിയയിലെ വിഷയം പറയുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത് എവിടെയാണ് അതിൻ്റെ കാര്യങ്ങൾ. എല്ലാത്തിലും വി ഹാവ് ടു മേക്ക് സം സെൻസ്. ഇതാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ വെറുതെ നാട് ഓടുമ്പോൾ നടുവോടുക എന്ന ലൈനിൽ, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് എന്നാൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് പറഞ്ഞേക്കാം, അതല്ല. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് ചെയ്യുക, അതല്ല നമ്മളിവിടെ പറയുന്നത്. ക്ലിയർ ആയിട്ട് ഇതിനകത്ത് ഇന്നതാണ് കാരണം. ഈ ഒരു സാധനം ഇപ്പം ഞാനും ഈ പറയുന്ന അന്വേഷണം തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നിരുന്നത് റഷ്യയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നൊരു തോന്നൽ പണ്ട് എനിക്കുണ്ടായിരുന്നു ഈ പറയുന്ന. പക്ഷെ നമ്മളത് അന്വേഷിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഈ പ്രൊപ്പഗൻഡ വിജയിക്കുന്ന അവിടെയാണ്. അതാണ് ഇതിലെ കാര്യം. ഇനി ഇങ്ങനെ പ്രൊപ്പഗൻഡ ഇറക്കി ഇത് വിജയിപ്പിച്ച് ഇതിൽ കുറേ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ചരിത്രം ആർക്കാണ് കൂടുതലുള്ളത്? അതും ഈ പറയുന്ന റഷ്യക്കല്ലേ. ഇത് നമ്മൾ ആലോചിക്കണ്ടേ? ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ഇതിൻ്റെ പിന്നാലെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേരുന്ന പണിയല്ല എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ തിരുത്തുക. ഏതായാലും ഏതൊരു വിഷയം ഉണ്ടാകുമ്പോഴും അതിനകത്ത് നിങ്ങൾ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, സാപ്പിയൻ എന്താ പറയേണ്ടത്? കഴിഞ്ഞിട്ട് അടുത്തേക്ക് ആളിലേക്ക് പോകാം. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പം ഈ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ചൈനയുടെ കൂടെ നിൽക്കുന്നു പറയണ പണ്ട് നിന്നിട്ടുള്ളതാണ്. ഇന്ത്യയുടെയും ഇന്ത്യയുടെയും ചൈനയുടെയും എന്നൊക്കെ പറഞ്ഞിട്ട് ആഴവഴമ്പൻ സാധനങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഇവര്. അപ്പൊ ഇവര് ഈ പ്രൊപ്പഗണ്ട എന്ന് പറയണത് നാറ്റോ, ഞാൻ അതാ ചോദിക്കുന്നത്, നാറ്റോ അവിടെ ഒരു ബേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ഒരു എവിഡൻസ് എങ്കിലും ഇവര് കൊണ്ടുവരട്ടെ. അപ്പൊ നമ്മൾ പറയാം. പക്ഷെ ഇത് ഈ ഗാസയിൽ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ ഇപ്പൊ എത്രയധികം കുട്ടികളെയാണ് അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇതൊക്കെ ആരെങ്കിലും നമ്മുടെ ന്യൂസ് പേപ്പറിൽ വരാത്തത് കാരണം ഇതൊന്നും വാർത്തയല്ലാതിരിക്കുവോ? എനിക്ക് എന്തൊരു കഷ്ടമാണിത്. ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ആ പാർട്ടി എന്ന് പറയുന്നത് മതമാണ്, ആ മതവിശ്വാസികളാണ്. നമ്മളൊക്കെ അതിലെ സിദ്ധാന്തം വിളിച്ച് നടന്ന ആൾക്കാര് അതിൽ നിന്ന് വിട്ടു വന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു മതത്തിന്റെ സെറ്റപ്പാണത്. ഒരു കിതാബ്, മാർക്സ് എഴുതിയ മൂലധനം എന്ന് പറയുന്ന പുസ്തകം, ഒരു പ്രവാചകൻ മാർക്സ്, ഒരു മഹല്ല് കമ്മിറ്റി, ഒരു ഏരിയ കമ്മിറ്റി, മറ്റേന്നൊക്കെ പറയണത് പോലെ മഹല്ല് കമ്മിറ്റി, മറ്റെന്താണ് ഷൂറ കൗൺസിൽ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ സാധനങ്ങളുള്ള സാധനമാണിത്. അതിൽ പറയുന്ന ആൾക്കാര് മേലേന്ന് പറയുന്ന സാധനങ്ങൾ തന്നെ താഴെ അണികൾ വിശ്വസിക്കണം. അതേപോലെ തന്നെയാണ് ഈ പാർട്ടിയിലുള്ളവരും. മേൽഘടകം എന്താണ് പറയണത് അത് അതേപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഫേസ്ബുക്കിലായാലും അവനവന് പറ്റുന്ന സ്ഥലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാണ്ട് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയും മാർക്സിസ്റ്റ് പാർട്ടിയിലൊന്നും ഇല്ല. അതാദ്യം മനസ്സിലാക്ക്. എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ? മതം വിട്ടു പോയ അതേ അവസ്ഥ തന്നെയല്ലേ? മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് മുനാഫിക്കായി, അവനെ വെട്ടിക്കൊന്നു. എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ. ഞാൻ വിചാരിച്ച ആള് എന്തൊക്കെയോ നല്ല കാര്യങ്ങളാണ് പറയണത്, കുറെ പഠിക്കാനുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ കൃത്യമായിട്ട് മനസ്സിലായി ഇതൊക്കെ ഒരു എന്താ പറയാ, അവനവന്റെ മതവിശ്വാസം, ആ ഒരു പൊളിറ്റിക്കൽ വിശ്വാസത്തിലൂടെ മാത്രം നിന്നിട്ട് ആ ഒരു പ്രൊപ്പഗൻഡ ഇന്നും ആരെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരട്ടെ, നമ്മൾ അത് അംഗീകരിക്കാം. അതെ, ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നത്, ഇപ്പൊ സൽമാൻ ഈ തെളിവ് ഇവിടെ വെക്കാൻ വേണ്ടി വന്നപ്പോ തന്നെ പുള്ളി ഇടയ്ക്ക് കയറി സംസാരിച്ചത് ഇടപെടുന്ന കണ്ടപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു അത് കഴിയട്ടെ. അപ്പോഴേക്ക് പുള്ളി ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇവർ പറയണത് ബാക്കിയുള്ളവർ എടുത്തേക്കണം, നമ്മൾ എതിര് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുകയും ചെയ്യും. എന്നിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ആ സാധനം വിലപ്പോവില്ല എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ പറയുന്നതിൽ തെളിവില്ല. ഇവിടെ ഒരു കരാറുണ്ടെന്ന് പറഞ്ഞു. എന്ത് കരാർ ഇവിടെ ഉള്ളത്? അങ്ങനെ കരാർ ഇവിടെ നിലവിലുണ്ടോ? അവർ വാക്കാൽ പറഞ്ഞു എന്ന് പറയുന്ന സാധനത്തിന്റെ പേരിലാണ് ഈ പറയുന്ന സാധനം കരാറുണ്ടെന്ന്, എന്നിട്ട് അത് ലംഘിച്ചു എന്ന് പറയുന്നത്. ഇത് മറ്റേ ബനു ഖുറൈള ഒരു കരാറുമില്ല. അതാ പറയുന്നത്. എസ്തോണി, ഈ ബാൾട്ടിക് കൺട്രീസ് ഒക്കെ പിന്നെ ഫ്രീഡം കിട്ടുന്നതിന് 92-ലാണ്. ഇയാള് പറയുന്നത് 80s-ലും 50s-ലൊക്കെ കരാറുണ്ടായിരുന്നു. അതെങ്ങനെ ബാധകമാവുന്നത്? USSR എന്നില്ലല്ലോ, നീ കരാറുണ്ടെങ്കിൽ തന്നെ.
അപ്പൊ റഷ്യ എന്ന് പറയുന്ന അയാളുടെ ആ ഒരു പുടിൻ എന്ന് പറയുന്ന ഭ്രാന്തൻ, അയാൾക്ക് പണ്ടത്തെ ആ ഒരു എന്താ പറയാ ഓൾഡ് എംപയറിലോട്ട് കൊണ്ടുപോകണം USSRന്റെ. ആ ഒരു അംബീഷനിലാണ് പുള്ളിക്കാരൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തുർക്കിയിൽ ഇപ്പോ എന്താ പറയാ എർദുഗാനും കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പഴയ ഓട്ടോമൻ എംപയറിന്റെ ഇതിലോട്ട് കൊണ്ടുപോകണം. ഇത് ആ ഒരു പഴം ഈ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് പഴയ സാധനങ്ങൾ പഴയ ഇതിലോട്ട് കൊണ്ടുപോകണം. ആ പഴയ സാധനം എന്തോ വലിയ സംഭവം കൊണ്ടു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരാൾക്കാരാണ് ഈ തുർക്കിയിലെ എർദുഗാനും ഈ നമ്മുടെ റഷ്യയിലെ പുടിനും. അതാണ് ഇതിലൊരു സംഭവം. പിന്നെ ഈ റഷ്യ എന്ന് പറയുമ്പോൾ വെറൊരു റോഗ്നേഷൻ അല്ല എൻ്റെ അഭിപ്രായത്തിൽ, ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആണ്. കാരണം അതിന് കാരണം അത് പുടിൻ എന്നുള്ള ഭരണാധികാരി ഉള്ളത് കൊണ്ടാണ്. ഇനി റഷ്യന്റെ ഒരു ചരിത്രം തന്നെ അങ്ങനെയാണ്, എപ്പോഴും ഒരു ഡിക്റ്റേറ്റർ ആണ് വന്നിട്ടുള്ളത്. ഒരു നല്ലൊരു ഭരണാധികാരി എന്ന് പറയുന്നത് അതിന്റെ ഇടയിൽ വന്ന ഗോർബച്ചോവ് എന്ന് പറയുന്ന ആളാണ്. ആ സമയത്താണ് ബാൾട്ടിക് കൺട്രീസിലൊക്കെ കുറച്ചൊരു ലിബറലിസം വരുന്നതും സ്വന്തമായിട്ടുള്ളൊരു ഞങ്ങൾക്ക് വേറെ രാജ്യങ്ങളെന്നൊക്കെ ഉള്ളൊരു കുറച്ച് ഫ്രീഡം കൊടുക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ എന്ത് പറയുന്നു, അവർ വേറെ വേറെ രാജ്യങ്ങളായി മാറുന്നു. കാരണം അതുവരെ അവർ അടിച്ചമർത്തി കൊല്ലാകാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുറച്ച് ഫ്രീഡം ഗോർബച്ചോവ് കൊടുത്തപ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് റഷ്യൻ്റെ ഒപ്പം നിൽക്കണ്ട, ഞങ്ങൾ ലാറ്റ്വിയൻസ് ആണ്, ഞങ്ങൾ ലിത്വേനിയൻസ് ആണ്, ഞങ്ങൾ എസ്തോണിയൻസ് ആണെന്ന് പറഞ്ഞ് അവർ മാറാണ് പിന്നെ ഉണ്ടായത്. ഈ ബാൾട്ടിക്സിലൊക്കെ പോയി വന്ന ആളാണ് ഞാൻ. ഈ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്. ബാൾട്ടിക്സ് ഒക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ സംഭവങ്ങളൊക്കെ അവിടെ അതിന്റെ മ്യൂസിയംസ് ഒക്കെ ഉണ്ട് അവിടെ. ഈ കമ്മ്യൂണിസ്റ്റുകാർ കാട്ടിക്കൂട്ടിയ വിക്രസുള്ള സംഭവങ്ങൾ പറയുന്നത്. ഇപ്പൊ പോളണ്ടിൽ പോയ സംഭവം ആരിഫ് ഭായിക്ക് തന്നെ അറിയാം. നാസികളും ഈ കമ്മ്യൂണിസ്റ്റുകാരും കാട്ടിക്കൂട്ടിയ വിക്രസുകൾ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് അവിടെ പോയി വന്നിട്ടുള്ള ആൾക്കാരും കൂടിയാണ്. നമ്മൾ അതും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് റഷ്യ ഉക്രൈൻ വിഷയത്തിൽ. പിന്നെ ഈ എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് റഷ്യൻ ഒരു ടെററിസ്റ്റ് എന്ന് പറയുന്ന പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊപ്പഗണ്ട വല്ലാണ്ട് റഷ്യ പിന്നെ അടിച്ചു വിടുന്നുണ്ട്. അത് ഖത്തറിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ടെററിസ്റ്റ് സ്റ്റേറ്റ് ആണ്, ഇസ്ലാമിക് പ്രൊപ്പഗണ്ട അടിച്ചു വിടുന്നുണ്ട്. ഇതേപോലെ ഈ റഷ്യ കമ്മ്യൂണിസ്റ്റ് പ്രൊപ്പഗണ്ട, ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റിന്റെ പ്രൊപ്പഗണ്ട ലോകമെമ്പാടും അടിച്ചിറക്കുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ യൂറോപ്പിൽ കണ്ടിട്ടുള്ളതാണ്, പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലതിന് പിന്നിലോട്ട് പോകുമ്പോൾ റഷ്യന്റെ കൈകളാണുള്ളത്. ഇപ്പോൾ സുഡാനിൽ തന്നെ RSFന്റെ പിന്നിൽ ഇപ്പോൾ ഫണ്ട് ചെയ്ത് UAE ഫണ്ടിങ് ഒഴിവാക്കിയപ്പോൾ, UAE 2 വർഷം മുന്നേ ഫണ്ടിങ് ഒഴിവാക്കി, RSF ശരിയല്ല എന്ന് കണ്ടപ്പോൾ. അതിന് ശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് ഉള്ളുകൂടി ഫണ്ട് ചെയ്തത് റഷ്യയാണ്. അത് സിമ്പിൾ സെർച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ പെർപ്ലസിറ്റിയിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതേപോലെ റഷ്യ ഓരോ സ്ഥലങ്ങളിലും ഇതേപോലെ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ 1967 വാർ, അതിന് അറബികളെ കുത്തിത്തിരിപ്പിച്ച് വിട്ടത് ഈ പറയുന്ന റഷ്യയാണ്. അതെ, ഇപ്പൊ ഈ ഇസ്രായേലിനെതിരെ. അതെ, ഈ പലസ്തീൻ എന്നുള്ള പ്രൊപ്പഗണ്ടന്റെ പിന്നിൽ വരെ USSR ആണ്, ഇപ്പത്തെ റഷ്യയാണ്. USSRന്റെ പ്രൊപ്പഗണ്ടയാണ് ഈ പലസ്തീൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അതേ പ്രൊപ്പഗണ്ട ഇവിടെ പിടിച്ച് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ഇപ്പത്തെ റഷ്യൻ ഭരണാധികാരിയും ഭരണാധികാരിയുടെ കൂട്ടാളികളും ഇപ്പത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും. അതുകൊണ്ടാണ് ഈ ലെഫ്റ്റുകൾ ഇവരൊപ്പം നിൽക്കുന്നത്. ആ പഴയ പ്രതാപം വേണം അവർക്ക്, പഴയ മറ്റേ കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പിലോട്ട് കൊണ്ടുപോകണം അവർക്ക്. അത് ആ USSR പൊളിഞ്ഞത് ഇവർക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. അപ്പോൾ പഴയ പ്രതാപത്തിൽ കൊണ്ടുപോകാനുള്ള പരിപാടികളാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ പറഞ്ഞ ലെഫ്റ്റുകളും റഷ്യന്റെ കീഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഷ്യ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻഫിൽട്രേഷൻ ഒക്കെ ചെയ്തിട്ട് പോളണ്ടിലും എസ്തോണിയയിലും ലാറ്റ്വിയയിലൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു പോളണ്ട് പിടിച്ചടക്കുന്നില്ല എന്ന്. ആരാ പറഞ്ഞത്? ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ തന്നെ വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ എന്താ പറയാ, സ്പൈ വർക്കിന് വേണ്ടി 50 പേരെ 100 പേരെയാണ് പോലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് പിന്നെ പോളണ്ട് പിടിച്ചിട്ടുള്ളത്, റഷ്യന്റെ ഏജൻസിനെ. ഇതാണ് സംഭവം ഇവിടെ നടക്കുന്നത്. ആരാ പറഞ്ഞത്? റഷ്യ അത് ആക്രമിക്കാത്തത് നാറ്റോന്റെ ഭാഗമായത് കൊണ്ടാണ്. കാരണം നാറ്റോന്റെ അഗ്രിമെന്റ് പ്രകാരം നാറ്റോന്റെ ഏതെങ്കിലും രാജ്യങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നാറ്റോ മൊത്തത്തിൽ തിരിച്ച് ആക്രമിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉക്രൈന് ആ ഒരു എന്താ പറയുക പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവര് ആ ജനങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് ഒരു പ്രോ വെസ്റ്റ് ആയിട്ടുള്ള ആൾ അവിടെ ഭരണത്തിലേറ്റിയത്. അപ്പൊ ഇയാൾ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് പറയുമ്പോൾ ഇയാൾ ഈ പ്രൊപ്പഗണ്ട ഫാക്ടറിയിലെ ഫാക്ട്സ് മാത്രം എടുക്കുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഒരു സിമ്പിൾ പെർപ്ലസിറ്റിയിൽ സെർച്ച് നടത്തിയതേ ഉള്ളൂ, അപ്പൊ തന്നെ ഇയാൾ ആ വാദം പൊളിയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.